പഞ്ചവർണ്ണ പൈങ്കിളികൾ ഭജന പാടിയ രാവിൽ പാട്ടു കേട്ട് കാട്ടുപൂവിന് കരളുന്നുന്തരാവിൽ. പക്ഷെ അത് കഴിഞ്ഞ് ആ ഒരു വർഷം പിണങ്ങിയിരിക്കുമ്പോഴും പാട്ട് എഴുതുന്നുണ്ട്. എൻ്റെ പാട്ട് പാടില്ലെന്ന് യേശുദാസും പറഞ്ഞില്ല, എൻ്റെ പാട്ട് യേശുദാസ് പാടണമെന്ന് ഞാനും പറഞ്ഞില്ല. അത് ട്യൂൺ ചെയ്തിട്ട് എന്നോട് ദേവരഭാഷ വിളിച്ചു, ഇത് എനിക്കിട്ട് വെച്ചതാണല്ലോ. പാട്ടിലൂടെ പണി കൊടുക്കുക. ഞാൻ പിണങ്ങാത്ത പാട്ടുകാരൻ SPB ഞങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. അദ്ദേഹം പിന്നെ ഗിരീഷ് പുത്തഞ്ചേരിയായിട്ട് എനിക്ക് വളരെ അടുപ്പമായിരുന്നു. കാരണം ഗിരീഷ് പുത്തഞ്ചേരി വേഴ്സറ്റൈലാണ്. ഒരിക്കൽ സൈകട്ട് ട്രെയിനിൽ AC ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ആദ്യം ഫിറ്റായിട്ട് എന്നെ പോയിരുന്നു. ഞാൻ കുറേ അധികം ചീത്ത പറഞ്ഞു. വയലാറിൻ്റെ അനുഭവം വരണോ നിനക്കെന്ന് പറഞ്ഞു. അതുപോലെ സംഭവിച്ചു. അറം പറ്റി. നീല നിശീഥിനി നിന്മണിമേടയിൽ താരകരൂപിണി നീ എന്നുമെന്നോട് ഭാവനാരോമാഞ്ചമായിരിക്കും. മലയാള ചലച്ചിത്ര ഗാനശാഖയെ കവിത്വത്തിൻ്റെ മഹിമ കൊണ്ടും ഗരിമ കൊണ്ടും ഉജ്ജ്വലമാക്കിയ ശ്രീകുമാരൻ തമ്പി സാറുമായുള്ള സംഭാഷണം തുടരുകയാണ്. സ്വാഗതം. ഇപ്പോൾ അങ്ങയുടെ പാട്ടെഴുത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഒരുപാട് പറഞ്ഞത് തന്നെ ആയിരിക്കും. അങ്ങനെയാണെങ്കിലും ഒരുപാട് ആ ഒരു കാലഘട്ടത്തെ നയിച്ചിരുന്ന ഒരുപാട് സംഗീത സംവിധായകർ. ഇപ്പോൾ ദേവരാജൻ മാഷയുടെ പിണക്കം സാറിന്റെ ഒരു പൊതുവായിട്ടുള്ള പിണക്കം എന്നുള്ള സാറിന് എന്നും ഉണ്ടെന്ന് തോന്നുന്നു അല്ലെ? ആരും സാറുമായിട്ട് ഇടപഴകുന്നവരെല്ലാം ഒരു തവണ പിണങ്ങാത്തവര് ദക്ഷിണാമൂർത്തി അർജുനൻ, അങ്ങനെ കുറച്ച് ആളുകൾ. അപ്പൊ ദേവരാജൻ മാഷയുടെ ഒരു പിണക്കം പ്രശസ്തി ആർജിച്ചില്ല. ദേവരാജൻ മാഷ് ഞാനും ഞങ്ങൾ ഒരേ ക്യാരക്ടർ. സോ ലൈക്ക് പോൾസ് റിപ്പൽ, അത് പ്രകൃതി നിയമമാണ്. സജാതീയ ധ്രുവങ്ങൾ വികസിക്കുന്നു. ലൈക്ക് പോൾസ് റിപ്പൽ. ഇപ്പൊ നോർത്ത് പോളിന്റെ അടുത്ത് വേറെ നോർത്ത് പോൾ ഉണ്ടോ അകന്നു ആവശ്യം സൗത്ത് പോൾ വരണം. നോർത്ത് പോളും സൗത്ത് പോളും കൂടെ ചേരുള്ളൂ. അപ്പോൾ ഓപ്പോസിറ്റ് ആംഗിൾസ് അട്രാക്ട്, ലൈക്ക് പോൾസ് റിപ്പൽ. ഇത് മാത്തവരിച്ച നിയമമാണ്, ഗണിതത്തിലെ നിയമമാണ്. ഓപ്പോസിറ്റ് പോൾസ് അട്രാക്ട്, ലൈക്ക് പോൾസ് റിപ്പൽ, ഫിസിക്സിലെ നിയമമാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ലൈക്ക് പോൾസാണ്. പുള്ളി അതാ വെട്ടി തുറന്നു പറയും, മുഖം നോക്കിയില്ല. അല്ല, അത് തെറ്റാൻ കാരണം കുറച്ചുകൂടെ ലാവിഷ, ഞാൻ അത്രയില്ല. അല്ല, പിണക്കത്തിന് കാരണമായിട്ട് പണ്ടൊക്കെ ഞാൻ കേട്ടിട്ടുള്ളത് ഈ തോപ്പിൽ ഭാസിയുടെ എന്തോ ഒരു ഇടപെടലാണ് എന്ന്. ശരിയാണോ? അങ്ങനെയല്ല. വയലാർ ദേവരാജൻ ടീം ശക്തമായി നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് ഞാൻ വരുന്നത്. P. ഭാസ്കരൻ, ബാബുരാജ്, ഈ രണ്ട് ടീമാണെന്ന് മലയാള സിനിമ കൈകാര്യം. അപ്പോൾ അഭയദേവ് വല്ലപ്പോഴും ചെയ്തൊരു പടമാണ് സ്വാമിക്ക് കിട്ടുന്നത്. സ്വാമിക്ക് വല്ലപ്പോഴും ഒരു പടം, ഒന്നിലെ ഭാസ്കർ മാഷ വഴി തെറ്റി വരും, ഒരു പടം വരും ബാബുരാജ് പോയിട്ട്, ഇല്ലേ ദേവരാമാഷം തെറ്റിയെങ്കിൽ സ്വാമിക്ക് ഒരു പടം വരും. അങ്ങനെ പഴയ പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ അങ്ങനെ സ്വാമിക്ക് പടമില്ല. സ്വാമി അഭയദേവ് ദക്ഷിണാമൂർത്തി ടീമായിരുന്നു. P. ഭാസ്കരൻ, ബാബുരാജ്, പിന്നെ കൈരാഘവൻ പോയി. അത് വിവാസം കൈരാഘവന് AR ജോലിയുള്ളതുകൊണ്ട് അതേ സിനിമ വിട്ടു. പലർക്കും അറിയില്ല. അവിടത്തേക്കാണ് ബാബുരാജ് കയറിയത്. അതാണല്ലേ. അപ്പം കൈരാഘവനെ സംബന്ധിച്ചുള്ള കൈരാഘവന് പിന്നെ മാസ്റ്റർക്ക് സ്ഥിര വരുമാനം വേണം, പെൺമക്കളുണ്ട്, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം പറഞ്ഞു, എനിക്ക് സിനിമ മാത്രം വിശ്വസിച്ചു. അന്ന് ഇന്നത്തെ സിനിമ ഇല്ലല്ലോ, വർഷത്തിൽ 1-2 സിനിമ ചാൻസ് കിട്ടിയാലും ജീവിക്കാൻ പറ്റുമോ? അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം AR സ്ഥിരം ജോലി കിട്ടിയപ്പോൾ അദ്ദേഹം വിട്ടു. പിന്നെ വല്ലപ്പോഴും ഒന്ന് രഘുനാഥ് എന്ന പേരിൽ ഒരു പടം ചെയ്തത്രേ ഉള്ളൂ, വല്ലപ്പോഴും. അങ്ങനെയായിരുന്നു. അവിടെയാണ് ബാബുക്ക കയറിയത്. ബാബുക്ക ആദ്യം രാമുക്കാരുടെ മിന്നാമിലാണ് പ്രവർത്തിച്ചതെങ്കിലും റെക്കമെൻഡ് ചെയ്തത് ഭാസ്കർ മാഷാണ്. നല്ല പയ്യനുണ്ട്, കോഴിക്കോട്ട്, നല്ല മിടുക്കനാണ്, അവനെ കൊണ്ട് ചെയ്യിക്കാൻ. അങ്ങനെയാണ് ബാബുക്കെ ഭാസ്കർ മാഷ കൊണ്ടിരുന്നത് ഈ മിന്നാമിനിങ്ങൽ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ P. ഭാസ്കരൻ ബാബുരെ ടീമായി ഒരു കാലഘട്ടത്തിൽ ഈ വയലാർ ദേവരാജ് ടീം P. ഭാസ്കറിൻ്റെ ഏത് മേലെന്ന് പറയാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടായിരുന്നു. ഭാർഗവി നിലയം ഉള്ള പടങ്ങളൊക്കെ വന്ന കാലത്ത് അപ്പോൾ ആ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് ദേവരാജ മാസ്റ്റർ ഞാനും തമ്മിലുള്ള അഭിപ്രായ പിന്നെ അദ്ദേഹം തന്നെ പശ്ചാത്തപിച്ചു. അദ്ദേഹം വയലാർ ദേവരാജ് ടീം അങ്ങനെ വളരെ ഇത് നിൽക്കുന്ന കാലമാണ്. അപ്പോഴാണ് ചിത്രമേള വരുന്നത്. അപ്പം ചിത്രമേളയിൽ 8 പാട്ട് ഹിറ്റായി. പിന്നെ ഒരു ക്യാമ്പസ് ലഹരിയായി. കാരണം പ്രണയമല്ല, എല്ലാപ്പോഴും പ്രണയഗാനങ്ങളാണ്.
നീ എവിടെ നിന്ന് നെല്ലെവിടെ ആകാശഭൂമി ആർദ്ര നക്ഷത്രമേ നീ ഒരു മിന്നല എങ്ങോ പറഞ്ഞു. ഇങ്ങനെയെല്ലാം ലവ് സോങ്സാണ്, പാത്തോസമാണ്. അപ്പോൾ ഈ പാട്ട് മതം പൊട്ടിച്ചിരിക്കുന്ന മാനം, മനം പൊട്ടി കരയുന്ന ഭൂമി, ഇടയിൽപ്പെട്ട് ഇരുതേടി പിടയുന്ന പ്രാണൻ, എവിടെയോ മറയുന്ന ദൈവം. അത് അന്ന് ഞാനും ഭാസ്കരൻ മാഷ് താമസത്തിൻ്റെ വരുവാനോ അല്ലെങ്കിൽ ആകാശം കണ്ട് കരയുന്ന എഴുതിയെന്ന് ഞാൻ പുറത്തു പോയതിന്. മതം പൊട്ടിച്ചിരിക്കുന്ന മാനം എഴുതിയോണ്ടാണ് നിന്നത്. മതം പൊട്ടിച്ചിരിക്കുന്ന മാനം, മനം പൊട്ടി കരയുന്ന ഭൂമി, ഇടയിൽപ്പെട്ട് ഇരുതേടി പിടയുന്ന പ്രാണൻ, എവിടെയോ മറയുന്ന ദൈവം. 27 വയസ്സ് എഴുതിയതാണ്. ഇത് കേട്ടപ്പോൾ ആൾ പറഞ്ഞു ഇത് വയലാറിനെ പോലെ ഭാസ്കരൻ പോലെ ഇയാൾ ആര് എന്ന് ചോദിച്ചതുകൊണ്ട് ഞാൻ എൻ്റെ ശൈലി വിട്ടുന്നു, എൻ്റേതായ ശൈലിയിൽ നിന്നു. അല്ലെങ്കിൽ ഞാൻ നിൽക്കുകയില്ല. കാരണം ഒരിക്കലും ഡ്യൂപ്ലിക്കേറ്റ് നിൽക്കാൻ പറ്റില്ല, ഒറിജിനലിൽ നിൽക്കാൻ പറ്റില്ല. അപ്പം അത് അന്ന് ഞാൻ തിരിച്ചറിഞ്ഞ് എൻ്റേതായ ഒരു ശൈലി കൊണ്ടുവന്ന് സുഖം ഇവിടെ, ദുഃഖം ഇവിടെ, സ്വപ്നമരീചിക വാഞ്ഞു കഴിഞ്ഞാൽ ആശ ഇവിടെ, നിരാശ ഇവിടെ, അവൾ ചിരിച്ചാൽ മുത്തു ചെയ്തറും ആ മുത്തു നക്ഷത്രമാകും. ഇങ്ങനെ എൻ്റെ ഒരു ഇന്നും അത് ഹിറ്റായിരിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പം അത് ആ കാലഘട്ടത്തിൽ ഇപ്പോൾ എന്ത് പറ്റി ചിത്രമേള ഇങ്ങനെ ഹിറ്റായി കഴിഞ്ഞപ്പോൾ കുഞ്ചാക്കയുടെ മൂത്ത മകൾ മോളി പോലും ഫാദറിനോട് പറഞ്ഞു, അച്ഛാ ചിത്രമേളയിലെ ആളും കൂടി എഴുതിക്കാം. ഇതൊരു കേട്ടറിവാണ് കേട്ടോ. ഇതിങ്ങനെ ഒരു ട്രെൻഡായി കഴിഞ്ഞപ്പോൾ മാത്രമല്ല ഈ പുതിയ നിർമ്മാതാക്കളെല്ലാം ദേവരാമാഷ ശ്രീകുമാരൻ നാരായണ അവർക്കാരും അറിയില്ലല്ലോ, ഏതൊരു പയ്യൻ. അപ്പോൾ ഇവിടെ താമസിക്കുന്ന അറിയില്ല, അവൻ്റെ നമ്പർ ടെലിഫോണൊന്നും അന്ന് മൊബൈലൊന്നും ഇല്ലല്ലോ. പിന്നെ എനിക്ക് ടെലിഫോണൊന്നുമില്ല. ഒരു വീട്ടിലെ ഒരു മുറി വാടക എടുത്ത് ഒറ്റയ്ക്ക് തന്നെ കുക്ക് ചെയ്ത് ജീവിക്കുക. എൻ്റെ ആത്മകഥ വിശദമായി പറയുന്നത് ജീവിതത്തിന് വേണ്ടി ഒറ്റയ്ക്ക് നിൽക്കാമല്ലോ. അത് കാരണം 3 നേരം ആഹാരം കഴിക്കാൻ തന്നെ ബുദ്ധിമുട്ട് ആ കാലമാണ്. കാരണം ഞാൻ എഞ്ചിനീയറിംഗ് ജോലി രാജിവെച്ചല്ലേ, വീട്ടുകാർ പൈസ ചോദിക്കില്ല, പൈസ ചോദിക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെ വളരെ ആ കാലഘട്ടമാണ്. അപ്പം ഞാൻ എവിടെയാണെന്നില്ല. അപ്പോൾ ഈ പുതിയ നിർമ്മാതാക്കൾ എന്ത് ചെയ്യും, ചിത്രമേളയിലെ പാട്ട് കേട്ടിട്ട് ഈ നല്ല പാട്ടുകളാണ് നമുക്ക് അയാളെ കൊണ്ട് എഴുതിക്കാന്ന് പറയും. ദേവരാമാഷത്ത് വരും, മാഷെ നമുക്ക് പാട്ടാ ചിത്രമേള പയ്യനെ കൊണ്ട് എഴുതിക്കാൻ, മനസ്സിലായി. അപ്പോൾ ദേവരാമാഷക്ക് ഇത് അപകടമാണെന്ന് മനസ്സിലായി. അപ്പോൾ ദേവരാമാഷ അതൊന്നും വേണ്ട, വയലാട് എഴുതിയാൽ മതി, അതൊരു പടം എഴുതുന്നതിലാകുന്നു, അങ്ങനെ പറ്റും, ഒരു പടം ഹിറ്റായി മറ്റൊരു. അപ്പോൾ ഇവർ വയലാക്ക് തിരിച്ചു പോകും. ഈ വാർത്ത ഞാനും അറിയുന്നുണ്ട്. ഈ കുറച്ച് കഴിയുമ്പോൾ ഈ പ്രൊഡ്യൂസറുടെ പ്രൊഡക്ഷൻ മാനേജർ ആരെങ്കിലും ഒരുത്തന് പറഞ്ഞു കേട്ടറിഞ്ഞു, തമ്പി സാറേ ആ പടം തമ്പി സാർ വന്നാൽ കേട്ടോ ദേവരാമാഷ് വെട്ടിക്കളഞ്ഞു എന്ന് പറയും, നമ്മുടെ അടുത്ത് വന്ന് അറിയിക്കും. അപ്പം ഈ ഒരു രോഷം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു, അതാ പിണങ്ങിയത്. എൻ്റെ പല പടങ്ങളും ഇങ്ങനെ വെട്ടിക്കളയുന്നു എന്നൊരു അറിവ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ചിത്രമേള കഴിഞ്ഞ് അടുത്ത വെളുത്ത കത്രീനാന്നാണ് പടം വരുന്നത്. വെളുത്ത കത്രീന അത് കെ എസ് സേതുവാദം സംവിധാനം ചെയ്ത് നമ്മുടെ എം ഒ ജോസിനെ വർക്കിംഗ് പാർട്ണറാക്കിക്കൊണ്ട് പടമെടുത്ത നാടൻ പെണ്ണ തോക്കുകൾ കഥ പറയുന്നു 2 പടങ്ങളെടുത്ത ഒരു ബാൽത്തസാറുണ്ട്, പയ്യനാട്ടുകാരന്, പി ബാൽത്തസാർ. ഒരു പേര് കേട്ട ഒരു പുതിയ പേരുണ്ട്, ബൈബിൾ നെയ്മാണ്, പി ബാൽത്തസാർ. അദ്ദേഹമാണ് എം ഒ ജോസഫിനെ നിർമ്മാതാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഫിനാൻസിലാണ്, വർക്കിംഗ് പാർട്ണറായിട്ടാണ്. എം ഒ ജോസഫ് പ്രൊഡക്ഷൻ വരെയായിരുന്നു ടി വാസ്തവൻ്റെ. പിന്നാണ് മഞ്ജുലാസുള്ള വലിയ പ്രസ്ഥാനം വരുന്നത്. അന്ന് നവജീവൻ ഫിലിംസ് എന്നായിരുന്നു. അപ്പോൾ ഇവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസമായി. അപ്പോൾ ഈ 2 പടം എടുത്തു കഴിഞ്ഞപ്പോൾ എം ഒ ജോസഫിന് ഫൈനാൻഷ്യൽ ആളുണ്ടായി. അപ്പോൾ ബൽത്താസറ പോയാലും കുഴപ്പമില്ല എന്ന് വന്നപ്പം മഞ്ജുലാസ് യക്ഷി അങ്ങനെ. അപ്പോൾ എം ഒ ജോസഫ് അങ്ങോട്ട് പോയി. അപ്പോൾ ഈ പുള്ളിയെ സംബന്ധിച്ചോളം ഞാൻ അന്ന് ഹീസ് കോൺട്രാക്ടറാണ് പുള്ളി. ഈ വാട്ടർ ടാങ്കിൽ ഡിസൈൻ ചെയ്ത് വാട്ടർ ടാങ്കിൽ കെട്ടുന്ന കോൺട്രാക്ടർ തമിഴ്നാട്ടിൽ മിക്കവാറും എല്ലാ വട്ടം അങ്ങനെ ആ കാലത്ത് കിട്ടിയിരിക്കുന്നത്. അപ്പം ഞാനാണ് ഈ ടാങ്ക് ഡിസൈൻ ചെയ്തത്. കാരണം ജീവിക്കാൻ മാർഗമില്ലെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ ഇയാളെ പെട്ടു. ഇയാൾ വാട്ടർ ടാങ്ക് ഡിസൈൻ ചെയ്യാൻ അറിയാം. അപ്പോൾ ഞാൻ പറയുന്നത് 66-67 കാലമാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു അപ്പോൾ ഒരു ഡിസൈൻ 200 രൂപ. അപ്പോൾ ഒരു വാട്ടർ ടാങ്ക് ഡിസൈൻ ചെയ്ത് ഈ ബാർ ബെൻഡിങ് ഷെഡ്യൂൾ എന്ന് പറയും, അത് ബാർ എവിടെ വെച്ച് കുടിക്കണം അത് വരച്ചു കൊടുക്കണം, അളവെച്ചിട്ട് അങ്ങനെ എത്ര കമ്പിയാവും, എത്ര സിമെൻറ്റ് വേണം, ഇതൊക്കെ കണക്കുണ്ടാക്കി കൊടുക്കുന്നതാണ് ഒരു ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഗവൺമെൻറ് ഡിസൈൻ കിടപ്പുണ്ട്. അപ്പം ഗവൺമെൻറ് ഡിസൈൻ ചെയ്താൽ ലാഭം കുറയും, ഒന്നും കിട്ടില്ല. അപ്പോൾ ഈ കേട് വരാതെ ഈ ഗവൺമെൻറ് ഡിസൈൻ ഇരിക്കുമ്പോൾ തന്നെ ഈ ദോഷം വരാതെ വേറൊരു ഡിസൈൻ കണ്ടുപിടിക്കണം, അത്രയും ചിലവില്ലാത്തത്. അതായത് എൻ്റെ ജോലി. അങ്ങനെ ഞാൻ 10-12 ടാങ്ക് തമിഴ്നാട്ടിലുണ്ട്. അപ്പോൾ ഇങ്ങനെ 200 രൂപ കിട്ടും.
200 രൂപ കിട്ടുമ്പോൾ നിങ്ങൾ 200 രൂപയും ചോദിക്കുന്നു. അന്ന് ഒരു പവൻ 200 രൂപയുള്ളൂ. അപ്പോൾ ഇന്ന് 1,15,000 രൂപയാണ് ഇന്ന് അതെ 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 ഒരു ഡിസൈന്. അന്ന് 200 രൂപ, പക്ഷേ എനിക്ക് 200 രൂപ സുഭിക്ഷമാണ്. എൻ്റെ വാടക 60 രൂപ, മുറി വാടക 60 രൂപ. ആഹാരം കഴിച്ച് കഴിഞ്ഞാൽ 200 രൂപ, പിന്നെ പത്രത്തിൽ നോക്കിയിട്ട് 5-10 കിട്ടും. എല്ലാം കൊണ്ട് ജീവിതം അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി. ആ സമയത്താണ് ഈ വെളുത്ത കത്രീന എന്ന പടത്തിൽ എൻ്റെ വരുമ്പോഴാണ് ദേവരാജ മാഷ് ഇനി വെട്ടും എന്നുള്ള പ്രൂഫ് കിട്ടുന്നത്. കാരണം ഈ പി ബാൽത്തസാർ ഒറ്റയ്ക്ക് എടുക്കുന്ന പടമാണ്. അപ്പം ഞാൻ അദ്ദേഹത്തിന് ഡിസൈനറാണ് ഞാൻ. അപ്പം എന്നെ കൊണ്ട് പാട്ട് എഴുതിക്കാൻ പറ്റും. ഞാൻ എല്ലാ ദിവസവും ഓഫീസിൽ കാണുന്നു, ഡിസൈനെ ചർച്ച ചെയ്യുന്നു. ഞാൻ എൻ്റെ പാട്ട് ചിത്രമേള പാട്ട് പുള്ളി കേട്ടതാണ്, ഞാൻ പാട്ട് എഴുതുന്നറിയാം. അപ്പം അദ്ദേഹം പിന്നെ എന്നോട് പറഞ്ഞു, തമ്പി നമുക്ക് വെളുത്ത കത്രീന മുട്ടത്തൂർക്കയുടെ പരിചയമുണ്ട്. അപ്പോൾ കടലിലുള്ള ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 രൂപ പാട്ടൊക്കെയുള്ള കടലിനെ സ്ക്രിപ്റ്റ് മുട്ടത്തൂർക്ക് സാറിന് എനിക്ക് നേരത്തെ അത് അറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയാം, റൈറ്റ് വാങ്ങിക്കാം. അപ്പോൾ ഞാൻ ശശികുമാർ സാറുകൾ പോയിട്ടാണ് ഈ വെളുത്ത റൈറ്റ് വാങ്ങിക്കുന്നത്. അപ്പോൾ എന്നെ കൊണ്ട് പാട്ട് എഴുതിച്ചല്ലേ പറ്റുള്ളൂ. അതെ അതെ. അപ്പോൾ അങ്ങനെ വന്ന് ഇരിക്കുമ്പോഴാണ് എന്നോട് ചോദിക്കുന്നു, തമ്പി ആര് വേണം മ്യൂസിക് ഡയറക്ടർ? തമ്പിയെ പാട്ട് എഴുതുന്നത് മ്യൂസിക് ഡയറക്ടർ ആര് വേണം? ബാലത്ത സാർ ചോദിക്കുന്നു. ഞാൻ പറഞ്ഞു ദേവരാജൻ വേണോ ബാബുരാജ് വേണം? ബാബുക്കയോട് ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളൂ, പക്ഷേ എന്നാലും ചിത്രമേള ദേവരാജൻ മാസ്റ്റർ ചിത്രമേള കഴിഞ്ഞൊരു പടം ദേവരാജൻ മാസ്റ്റർ വന്നാൽ എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരിക്കും, നന്നായിരിക്കുന്നു. ശരി, ദേവരാജൻ്റെ ക്ലാസ്മേറ്റാണ് മയ്യനാട് സ്കൂളിൽ ഒരു വർഷം. മയ്യനാട് സ്കൂളിൽ ദേവരാജൻ്റെ ക്ലാസ്മേറ്റാണ്. അപ്പോൾ ദേവരാജൻ പറയ്ക്കുന്നു. 2 ദിവസം കഴിഞ്ഞ് ബാലത്ത സാറാണ് പറയുന്നത്, തമ്പി തൻ്റെ ആഗ്രഹം നടക്കത്തില്ല, ദേവരാജൻ വർക്ക് ചെയ്തില്ല. ഞാൻ ഞെട്ടിപ്പോയി. അപ്പോൾ ഈ ചില അലയൊലികൾ എൻ്റെ മനസ്സിലുണ്ട്. അവിടെ തമ്പിയെ കൊണ്ട് പാട്ട് എഴുതിക്കാൻ വന്നുകൊണ്ട് ദേവരാജ മാഷ് വയലാണ്ട് കൊണ്ടുപോയി തമ്പി വേണ്ടാന്ന് പറഞ്ഞതൊക്കെ പലരും പറഞ്ഞതിൻ്റെ കാര്യം കിടപ്പുണ്ട്. അപ്പം ഞാൻ അത് തമ്പി ഒരു കാര്യം ചെയ്യും, തമ്പി ഒന്ന് ഫോൺ ചെയ്യും. പല ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഞാൻ ഫോൺ ചെയ്യുന്നു, അദ്ദേഹം തീർത്തും ഇതായിട്ട് സംസാരിക്കുന്നു. അങ്ങനെ ഞാൻ തിരിച്ചു മറുപടി പറയുന്നു. അങ്ങനെ പിന്നീട് ഒരു വ്യവസ്ഥയിൽ അദ്ദേഹം സമ്മതിക്കുന്നു, ഇനി നിങ്ങളെടുക്കുന്ന എല്ലാ പടങ്ങൾക്കും വയലാറിനെ കൊണ്ട് പാട്ട് എഴുതിക്കാൻ സമ്മതിച്ചാൽ ഈ ഒരു പടം ഞാൻ വർക്ക് ചെയ്യാം. അങ്ങനെയാണ് വെളുത്ത കത്രീനയിൽ പാട്ടുകൾ ചെയ്യുന്നത്. അത്ഭുതം എന്താ പറഞ്ഞാൽ ചിത്രമേളയിൽ 8 പാട്ടുകൾ ഹിറ്റ്, വെളുത്ത കത്തിൽ 7 പാട്ടുകൾ ഹിറ്റ്. പാട്ടുകൾ അറിയാം. കാട്ടുചമ്പകം പൂത്തുലയുമ്പോൾ, പ്രഭാതം വിടരും പ്രദോഷം വിടരും പ്രതീജ് രണ്ടും കണ്ടു നിൽക്കും, പനിനീർക്കാറ്റിന് താരാട്ടിലാടി പവിഴമല്ലി ഉറങ്ങി, എല്ലാ പാട്ടുകളും, മകരം പോയിട്ടും മാടം ഉണർന്നിട്ടും മാടത്തെ കൂടി വിട്ടും എല്ലാം സൂപ്പർ ഹിറ്റുകൾ. 15 പാട്ട് ഹിറ്റായതോടുകൂടി ദേവരാജൻ മാഷ് ഉറപ്പിച്ചു, ഇനി ഒരു കാരണവശാലും ഇവരോട് ഇനി കൂടുതൽ ഹിറ്റാക്കണ്ട ആട്ടാ. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഞാൻ പറയാറുണ്ട്, ജയിച്ചത് കൊണ്ട് തോറ്റ ഒരാളെ മലയാള സിനിമയുള്ളൂ, ശ്രീകുമാരൻ തമ്പി. അപ്പോൾ പിന്നീട് 5 വർഷം കഴിഞ്ഞു. 5 വർഷം കഴിഞ്ഞ് ഒരുപാട് പാലത്തിനടിയിൽ ഒരുപാട് വെള്ളമൊഴുകി, ഒരുപാട് സംഭവങ്ങൾ നടന്നു. ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം എനിക്ക് ഫോൺ ചെയ്തു, നമ്മളെന്തിനാണ് പണങ്ങിയിരിക്കുന്നത്, നമുക്കൊരുമിച്ച് വർക്ക് ചെയ്യണം. അപ്പോൾ എന്താ, ഞാനും അർജുനും ചേർന്ന് ഒരുപാട് ഹിറ്റുകളുണ്ടായി കഴിഞ്ഞിരുന്നു. അപ്പോഴേക്കും ഒരു ഈക്വൽ ഞങ്ങളെ തൊട്ട് പുറകിലുണ്ട്. വയനാട് ദേവരാജൻ്റെ തൊട്ട് പുറകിൽ ഞങ്ങളെത്തി. ഞങ്ങളുടെ പ്രായം കൊണ്ട് കുറഞ്ഞാൽ ഞങ്ങൾ അതിൻ്റെ തൊട്ട് പുറകിലെത്തി എന്നുള്ളത് ദേവരാജ മാഷക്കുമാർ എല്ലാവർക്കും മനസ്സിലായി. അപ്പോൾ ഞാൻ പറഞ്ഞു മാഷ് വേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ, ഞാൻ വേണ്ടെന്ന് മാഷല്ലേ പറഞ്ഞു അല്ലേ. ഇപ്പോൾ മാഷ് പറഞ്ഞു ഞാൻ വേണമെന്ന്, ഞാൻ റെഡി. അപ്പോൾ അദ്ദേഹം പറയുന്നു, ഒരു കാവ്യനീതി എന്ന് പറയും, ഞാൻ ഉച്ചയ്ക്ക് ഒരു പ്രൊഡ്യൂസറുമായിട്ട് നമ്മുടെ വീട്ടിൽ വരാം, തമ്പി അവർക്ക് തിരക്കഥ എഴുതി കൊടുക്കണം. ആ പടമാണ് മമ്മൂട്ടി അമിച്ച കാലചക്രം. അത് മജുംദാർ എന്നൊരു ബംഗാളി റൈറ്ററുടെ കഥയാണ്, ബംഗാളി സ്റ്റോറിയാണ്. ഞാൻ ആ സ്ക്രീൻ പ്ലേയും ഡയലോഗ് എഡിറ്റർ കെ നാരായണൻ, എഡിറ്റർ ഡയറക്ടർ. അപ്പോൾ ഇത് അദ്ദേഹം പിന്നെ ഈ വർക്ക് പാട്ട് മുഴുവൻ. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ മനഃപൂർവ്വം ആണ് കാലചക്രം എന്ന് പേരിട്ടത്. അത് ദേവരാജ മാഷ് കൊടുത്ത മറുപടിയാണ്, കാലചക്രം തിരിയും. അത് ആ സിനിമയുടെ കഥയ്ക്കും ആപ്റ്റായിരുന്നു. എന്നാലും ഇത് കാലചക്രം തിരിയും. അതുപോലെ അതിലത്തെ ഒരു പാട്ട്. പക്ഷേ ദേവരാജ മാഷ് അതിബുദ്ധിമാനാണ്.
അതിലൊരു പാട്ടുണ്ട്, കാലം മാറി വരും, അല്ല കാലം ഒരു അജ്ഞാത കാമുകൻ, ജീവിതമോ പ്രിയ കാമുകി, കനവുകൾ നൽകും കണ്ണീര് നൽകും, വാരിപ്പുണരും വലിച്ചെറിയും. ഒരു പാട്ടുണ്ട്. അത് ട്യൂൺ ചെയ്തിട്ട് എന്നോട് ദേവരഭാഷ വിളിച്ചു, ഇത് എനിക്കിട്ട് വെച്ചതാണല്ലോ. പാട്ടിലൂടെ പണി കൊടുക്കുക. അതാ ദേവരഭാഷ, പുള്ളി അത്ര ബുദ്ധിവനാണ്. അപ്പോൾ കവിത ശരിക്കറിയാവുന്ന മ്യൂസിക് ഡയറക്ടറായിരുന്നു ദേവരഭാഷ. ഇപ്പം നമ്മളൊരു കവിത വരി എഴുതി കൊടുത്താൽ തമ്പി ആ വാക്ക് വേണ്ട പറയും. ആ വാക്ക് വയലാർ ഒരുപാട് ഉപയോഗിച്ചാൽ മാറ്റ് എന്ന് പറയും. അത് ഏത് മ്യൂസിക് ഡയറക്ടർ പറയും, ഏത് മ്യൂസിക് ഡയറക്ടർ പറയും. അതുപോലെ ഇത് ഒരു വരിയിൽ വന്നാൽ നിങ്ങൾ ഇത് നിങ്ങളുടെ സ്റ്റാൻഡേർഡ് ഒന്നുമില്ല, ഇതൊന്നും മാറ്റും. അങ്ങനെ അത് സാഹിത്യത്തിന് പുള്ളിക്ക് നല്ല അറിവാണ്, മനസ്സിലായി. എല്ലാം നന്നാവണം എന്നുള്ള പുള്ളിയുടെ പ്രശ്നം, അതിനകത്ത് വേറെ ഇതൊന്നുമില്ല. പക്ഷെ നന്നാവണം എന്നുള്ള അവസാനം അദ്ദേഹം പിന്നെ മങ്കു മുരാളിൻ്റെയും ബിച്ചുത്തിലുള്ള ചെറിയ രാമകൃഷ്ണനൊക്കെ പാട്ട് ട്യൂൺ ചെയ്തല്ലോ. അത് അതുകൊണ്ട് ഞാൻ പറയുന്നത്, പിന്നീട് എൻ്റെ മകളുടെ വിവാഹത്തിന് മദ്രാസ് റിസപ്ഷൻ നടക്കുമ്പോൾ അദ്ദേഹം വന്നു, എൻ്റെ അടുത്തിരുന്നു. അപ്പോൾ അവിടെ വയലിൻ കൺസേർട്ട് നടക്കായിരുന്നു. അപ്പോൾ ഇദ്ദേഹം ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്, ഞാൻ അതിനടുത്ത് പോയിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് ജീവിതം ചെയ്യുന്നതല്ല, കൈയിട്ട് അടുത്തുള്ള കസേരയിൽ എൻ്റെ തോളത്ത് പിടിച്ചു. തോളത്ത് പിടിച്ചിട്ട് അങ്ങനെ 5 മിനിറ്റ് ഇരുന്ന് പറഞ്ഞു, നമ്മൾ തമ്മിൽ ഒരിക്കലും പിണങ്ങരുതായിരുന്നു. നമ്മളിപ്പോൾ തന്നെ 220 പാട്ട് ചെയ്തു, അതേ ഞാൻ എണ്ണിയിട്ടില്ല, അതേ എണ്ണിയിരിക്കുന്നു. നമ്മളിപ്പോൾ തന്നെ 220 പാട്ട് ചെയ്തു, നമ്മൾ 1000 കൂടുതൽ പാട്ട് ചെയ്തതന്നെ, ഒരു റെക്കോർഡ് തന്നെ എന്ന് പറഞ്ഞു. അത് മറക്കാനാവാത്ത ഒരു ദിവസം എനിക്ക്. അതാണ് പൊയറ്റിക് ജസ്റ്റിസ് എന്ന് പറയുന്നത്, കാവ്യനീതി, കാലത്തിൻ്റെ കാവ്യനീതി. അപ്പോൾ അതൊക്കെ ഒരു, ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഭാഗത്ത് ഞാൻ ചെറുപ്പമല്ലായിരുന്നു, എൻ്റെ ഭാഗത്ത് കുറച്ച് ചോരത്തിളപ്പിൻ്റെ ഒരു ചോരത്തിളപ്പ്. പിന്നെ ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഒരിക്കൽ വിശ്വനാഥൻ MS വിശ്വനാഥൻ പറഞ്ഞൊരു വാചകമുണ്ട്. ഞാനും വിശ്വനാഥനും കൂടെ കമ്പോസ് ചെയ്യുന്നുണ്ട്, പാട്ട് നടന്നുകൊണ്ടിരിക്കുക. അപ്പം നിർമ്മാതാവ് ഉണ്ട്, ഡയറക്ടർ കൃഷ്ണൻ നായർ സാറ്. കൃഷ്ണൻ നായർ പറഞ്ഞിട്ട് പോയി. അല്ലെങ്കിൽ കൃഷ്ണൻ നായർ സാറ് MS പറഞ്ഞു, സംശയമുണ്ട്, പിന്നെ വരി മാറ്റണമെന്ന് എന്നോട് പറഞ്ഞില്ല. ഇത് എല്ലാവരും ഞാൻ കുറച്ച് ദേഷ്യക്കാരെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇവനെ വേണം, പക്ഷേ ഉടക്കണ്ട, ഇവരിരുന്നോട്ടെ എന്ന് ഉള്ള മനോഭാവമുണ്ട് പലർക്കും. അപ്പോൾ വിശ്വനാഥൻ നിർമ്മാതാവ് എന്നോട് പറഞ്ഞു, സാർ இந்த ലൈൻ கொஞ்சம் മാറ്റില്ല സാർ എന്ന് പറഞ്ഞു, ഈ ലൈൻ കുറച്ച് മാറ്റാം, തമിഴ് പ്രൊഡ്യൂസർ. ഞാൻ പറഞ്ഞു, അത് മാറ്റില്ല, നിങ്ങൾക്ക് മലയാളം അറിയില്ല, നിങ്ങൾ തമിഴല്ലേ, എനിക്കറിയാം, ഇതാ നല്ല പ്രയോഗം, നല്ല പാട്ടാണ്. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞ് പ്രൊഡ്യൂസർ പോയി. അപ്പോൾ വിശ്വനാഥൻ പറഞ്ഞു, തമ്പി നീ ചെയ്തത് തെറ്റാണ്, നീ അയാളുടെ നിന്ന് പണം വാങ്ങിയതാണ്. പണം വാങ്ങിയത് ജോലി ചെയ്യാനാണ്, അയാൾ പറയുന്ന പോലെ ജോലി ചെയ്യണം. അതുകൊണ്ട് നമ്മൾ സംഗീതത്തെക്കാൾ വലുതാണ് ഇംഗിതം. സംഗീതത്തെക്കാൾ വലുത് ഇഷ്ടം. പണം തരുന്നവൻ്റെ ഇഷ്ടം, പണം എടുക്കുന്നവൻ്റെ ഇഷ്ടം, പണം ഡയറക്ടറിൻ്റെ ഇഷ്ടം. നിൻ്റെ സംഗീതമല്ല, അവരുടെ ഇഷ്ടമാണ് പ്രധാനം. നീ പറഞ്ഞില്ലേ 10 പ്രാവശ്യം ട്യൂൺ മാറ്റും. അതിൻ്റെ വ്യത്യാസം എന്താ പറഞ്ഞാൽ ഞാൻ പറയുന്നത് പറയാം, നീ എഞ്ചിനീയറായിട്ട് ഒരു കസേരയിലിരുന്ന നിനക്ക് ചായ എടുത്ത് തരാൻ ആൾക്കാരുണ്ടായിരുന്നു. നീ ചായ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ചായ എടുത്ത് തരാൻ പ്യൂൺ ചായ കൊടുത്ത് തരും. പക്ഷേ ചായ എടുത്ത് കൊടുത്തവന്നവനാണ് ഞാൻ. ജൂപ്പിറ്റർ പിക്ചേഴ്സിൽ ഓഫീസ് ബോയ് ആയിരുന്നു ഞാൻ. MS സുബ്ബയ്യ നായിഡു മ്യൂസിക് ചെയ്യുമ്പോൾ അന്നൊക്കെ കമ്പനി ഒരു മ്യൂസിക് ഡയറക്ടർ, AVM ഒരു മ്യൂസിക് ഡയറക്ടർ സുദർശനം, ജൂപ്പിറ്റർ പിക്ചേഴ്സിന് സുബ്ബയ്യ നായിഡു, അങ്ങനെ ഓരോ കമ്പനിക്ക്, അല്ലാതെ പടത്തിലല്ല. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിന്, അപ്പോൾ ഈ സുബ്ബയ്യ നായിഡു ചായ എടുത്ത് കൊടുത്ത് ഹാർമോണിയം വായിക്കാൻ പഠിച്ചു. ഇദ്ദേഹം പോയി കഴിയുമ്പോൾ തന്നെത്താനെ വായിച്ചു നോക്കും. ഇദ്ദേഹം ഹാർമോണിയം പെട്ടി പ്രാവശ്യത്തിലാണ് പോവുക. അപ്പം അദ്ദേഹം പോയി കഴിയുമ്പോൾ വെറുതെ സമയത്ത് പോയിരുന്നു. അപ്പോൾ ഗോപാലകൃഷ്ണൻ എന്നൊരു ചെറുപ്പക്കാരുണ്ട് കൂടെ, വേറൊരു ഓഫീസ് പോയി, അവൻ വന്ന് ഈ മേശയിൽ തട്ടും. അയാൾ പിന്നെ വലിയൊരു തബലിസ്റ്റായിട്ട് മാറി, ഡോലൊക്കെ വായിക്കുന്ന ആളായിട്ട് മാറി, ഇദ്ദേഹം സംഗീതത്തിനായിട്ട് മാറി. അതാണ് പഴയ സിനിമയുടെ കഥ. അപ്പോൾ പറഞ്ഞാൽ ശരിയാ. അപ്പം നീ എഞ്ചിനീയറായിട്ട് വന്ന അത് പാടില്ല, എനിക്കതല്ല, എനിക്ക് പ്രശ്നമില്ല, ഞാൻ ചായ എടുത്ത് കൊടുത്തവന് 10 പ്രാവശ്യം ട്യൂൺ മാറ്റും ഞാൻ.
അപ്പോൾ അതാണ് ഒരു സംഗീതത്തൊക്കെ വരുന്ന ഇംഗിതം മറക്കാതെ. പിന്നെ ഞാൻ വലിയ മാറ്റം വരെ മാറ്റും. ഇപ്പോൾ യേശുദാസിന് ഏറ്റവും കൂടുതൽ പാട്ടുകൾ പാടിയത്, യേശുദാസ് പാടിയത് തമ്പി സാറിൻ്റെ 502 പാട്ടുകൾ പാടിയത്. അല്ല, യേശുദാസ്, ജയചന്ദ്രൻ, ബ്രഹ്മാനന്ദൻ, ബാണിജ്യറാം, ഈ 4 പാട്ടുകാർ ഏറ്റവും കൂടുതൽ പാട്ട് എൻ്റെ പാട്ടാണ് പാടിയിരിക്കുന്നത്. ഈ സുശീലിൻ്റെ ഏറ്റവും കൂടുതൽ പാട്ട് എഴുതിയിരിക്കുന്നത് വയലാറാണ്. എസ് ജാനയുടെ ഏറ്റവും കൂടുതൽ പാട്ട് എഴുതിയിരിക്കുന്നത് ഭാസ്കർ മാസ്റ്ററാണ്. പക്ഷേ യേശുദാസുമായിട്ടും ഇടക്കാലത്ത് ഈ കോപ്പിറൈറ്റിൻ്റെ ഒക്കെ വിഷയം വരുമ്പോൾ ഒരു ഭയങ്കര ഒരു യോജിപ്പും അവിടെയും ഒരു പിണക്കത്തിൻ്റെ. അല്ല, ചെറിയ ചെറിയ പിണക്കങ്ങൾ ഞങ്ങൾക്കിടയില്ല. പക്ഷെ ഞങ്ങൾക്കിടയിലെ പിണക്കങ്ങൾ അപ്പം തന്നെ മാറും, ശാശ്വതമായി നിൽക്കില്ല. അതൊക്കെ എൻ്റെ ആത്മകഥ. ഇപ്പം എൻ്റെ ഒരു സിനിമ ആത്മകഥയുണ്ടല്ലോ, കറുപ്പും വെളുപ്പും മായാവർണ്ണങ്ങളും, അത് മനോരമ വീക്കെൻഡി വന്നതാണ്. അത് മനോരമ തന്നെ പുസ്തകം ഇറക്കിയിരിക്കുന്നത്, കറുപ്പും വെളുപ്പും മായാവർണ്ണങ്ങൾ. എൻ്റെ കംപ്ലീറ്റ് ഈ സ്റ്റോറി എല്ലാം അതിനകത്തുണ്ട്. സിനിമയെ സംബന്ധിച്ചുള്ള എല്ലാം, കറുപ്പും വെളുപ്പും മായാവർണ്ണങ്ങളും എന്നാണ് പേര്. ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് പക്ഷേ മായാവർണ്ണങ്ങളും ഉണ്ട് ഇതിനകത്ത്, വെറും വർണ്ണം. അപ്പോൾ അങ്ങനെയാണത്. അതിൽ ഞാൻ കംപ്ലീറ്റ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവരെ ഇപ്പോൾ ഒരിക്കലും കാക്കത്തമ്പുരായിട്ടൊരു പാട്ട് റെക്കോർഡ് ചെയ്തു. കാക്കത്തമ്പുര എൻ്റെ ഞാൻ 18 വയസ്സിരുന്ന പോലെ. അത് ഭാസ്കർ മാഷെ പോലും വലിയ ആൾ ഡയറക്റ്റ് ചെയ്ത് പടമാകുന്നു. ഭാസ്കർ മാഷ് 2 പാട്ട് എഴുതി, എന്നെ കൊണ്ട് 3 പാട്ട് എഴുതിയിരിക്കുന്നു. അപ്പുറത്ത് 2 പേരും പാട്ട് എഴുതി, നമുക്ക് 2 പേരും എഴുതാമെന്ന് അങ്ങനെ എഴുതുന്നു. അപ്പം ഞാൻ എഴുതിയ പാട്ട് യേശുദാസ് പാടിക്കൊണ്ടിരിക്കുക. അപ്പം അന്നത്തെ രാത്രിയിലെ ട്രെയിൻ യേശുദാസ് നാട്ടിലേക്ക് പോവുക, കല്യാണമാണ്, യേശുദാസിൻ്റെ കല്യാണം. അപ്പം ഞാൻ നേരത്തെ കിട്ടി, എനിക്ക് മകളുമായി, പുള്ളി കല്യാണം കഴിക്കാൻ പോവാണ്. അപ്പോൾ ഈ പാട്ട് യേശുദാസ് വലിയ എന്താ പറഞ്ഞ ഭയങ്കര ആങ്സൈറ്റിയില്ല. കാരണം അറിയാമല്ലോ, കല്യാണം നാളെ ഇവിടെ റെക്കോർഡിങ് തീരണം. അങ്ങനെ ഒരു രാഘവ മാഷ മ്യൂസിക്, കെ രാഘവൻ്റെ മ്യൂസിക്, രഘുനാഥ് എന്ന പേരിൽ കെ രാഘവ മാഷ മ്യൂസിക്. അത് ഈ പാട്ട് പഞ്ചവർണ്ണ പൈങ്കിളികൾ ഭജന പാടിയ രാവിൽ പാട്ടു കേട്ട് കാട്ടുപൂവിന് കരളുമുന്തരാവിൽ എന്നൊരു നാടൻ പാട്ട്. അത് ആ പാട്ടിന് 16 വയസ്സുള്ള ജയഭാരതി പാടുന്നത്, അഭിനയിക്കുന്നത്. ജാനകിയാണ് പാടുന്നത്. മലവെള്ളമിരമ്പി മറിഞ്ഞു എന്ന് പറയും, തോണിക്കാരൻ്റെ പാട്ട് ക്രോസ് ചെയ്ത് വരും. ഇതൊക്കെ എൻ്റെ ഐഡിയാസ് കേട്ടോ, എൻ്റെ സ്ക്രിപ്റ്റല്ലേ. അപ്പോൾ ഈ പെണ്ണ് പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു തോണിക്കാരൻ തോണി ഒഴിഞ്ഞു പോകുന്ന അവൻ്റെ പാട്ട് വരും. അപ്പം ജാനകി യേശുദാസാണ്. മലവെള്ളമിരമ്പി മറിഞ്ഞു മഴവില്ലിൻ തോണി ചെരിഞ്ഞു എന്ന് പറഞ്ഞാൽ അങ്ങനെ വരും. അപ്പോൾ ഈ പാട്ട് പാടി യേശുദാസ് പാടുക, ജാനകി കറക്കം യേശുദാസ് പാടുമ്പോൾ തെറ്റും, ഒരു വരി തെറ്റും. യേശുദാസ് എപ്പോഴും തെറ്റിച്ചാണ് പാടുന്നത്. അപ്പോൾ 2 പ്രാവശ്യം ഞാൻ യേശുവിൻ്റെ അടുത്ത് പോയി പറഞ്ഞു. അപ്പോൾ 2 പ്രാവശ്യം, 3ാമത് യേശു തെറ്റിച്ചു. അപ്പോൾ രാഘവ മാഷോട് പറഞ്ഞു, തമ്പി പോയി പറഞ്ഞു കൊടുക്കേ. ഞാൻ 2 പ്രാവശ്യം പറഞ്ഞു കൊടുത്താൽ ഇനി ഞാൻ പോയാൽ ചൂടാകും. ജോലി ചെയ്യുന്ന അയാൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്, അയാൾ പാടുന്നത് നിങ്ങൾ എഴുതുന്നു. എന്താ ഞാൻ ജോലി 2 ജോലി ചെയ്ത് തെറ്റിക്കഴിഞ്ഞാൽ തെറ്റെടുത്തുണ്ട്, പോയി പറഞ്ഞു കൊടുക്കുന്നു. ഞാൻ വീണ്ടും 3ാമത്തെ പ്രാവശ്യം പോയി. അപ്പോൾ പുള്ളിയിൽ പറഞ്ഞ വാചകം വെച്ചാൽ, പേന കൊണ്ട് ചെയ്യുന്നത് പോലെയല്ല തൊണ്ട കൊണ്ട് ചെയ്യുന്നത്. കാരണം എഴുതുന്ന പോലെയല്ല പാടുന്നത് അർത്ഥം. പക്ഷെ അദ്ദേഹം ചെയ്യുന്നതെന്ന് പറയുന്നത് വേറൊരു പദമാണ് ഉപയോഗിച്ചത്. പിന്നെ 1 വർഷം ഞാൻ അയാളോട് സംസാരിച്ചില്ല, യേശുദാസോട്. അങ്ങനെയൊക്കെ പിണങ്ങിയിരിക്കുന്നുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് ആ 1 വർഷം പിണങ്ങിയിരിക്കുമ്പോഴും പാട്ട് എഴുതുന്നുണ്ട്. എൻ്റെ പാട്ട് പാടില്ലെന്ന് യേശുദാസും പറഞ്ഞില്ല, എൻ്റെ പാട്ട് യേശുദാസ് പാടണമെന്ന് ഞാനും പറഞ്ഞില്ല. കാരണം ഒരു കാര്യം സത്യമാണ്, യേശുദാസ് ഒന്നേ ഉള്ളൂ, പെർഫെക്ഷൻ എന്ന് പറഞ്ഞാൽ. ചലച്ചിത്ര ഗാനത്തിൽ മലയാളത്തിൽ, ഞാൻ എല്ലായിടത്തും പറയുന്നില്ല, മലയാളത്തിൽ, തമിഴിൽ തെലുങ്കിൽ SP ബാലസുബ്രഹ്മണ്യമുണ്ട്, ഹിന്ദിയിൽ മുഹമ്മദ് റാഫി ഉണ്ടായിരുന്നു. ഒരിക്കലും റാഫി യേശുദാസിനെ താഴെ ഞാൻ പറയില്ല. അപ്പോൾ പക്ഷേ മലയാളത്തിൽ പെർഫെക്ഷൻ എന്ന് പറയുന്നത് യേശുദാസിൻ്റെ പാട്ടിൽ നമ്മൾ കാണുക. അത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എന്തോ ഒരു ദൈവിക സ്പർശമുണ്ട് സത്യത്തിൽ. നമുക്ക് വേറെ ഒരുപാട് പാട്ടുകാരുണ്ട്, പക്ഷെ ഒരു ഈശ്വര സ്പർശമുള്ള ഒരു പാട്ടാണ് അത്. അങ്ങനെ പ്രയോജനപ്പെടുത്തി. ഇപ്പം തരങ്കടി തുടങ്ങുന്നതിന് മുമ്പ് ഒരു സംഭവം ഉണ്ടായി. ഞാൻ എഴുതിയ കുറേ ലളിതഗാനങ്ങൾ സ്വാമി ഈണം പകർന്ന് HMV ലോങ് പ്ലേ റെക്കോർഡായിട്ടിറക്കി. അതാണ് ആ പാട്ട്, ആ റെക്കോർഡിൽ വേണം യേശുദാസിൻ്റെ ശബ്ദം ആദ്യമായി സ്റ്റീരിയോ കേൾക്കുന്നത്.
സ്റ്റീരിയോയിൽ അതുവരെ മോണോയെ റെക്കോർഡ് ചെയ്തിട്ടുള്ളൂ. ആ അത് യേശുദാസിൻ്റെ ശബ്ദം സ്റ്റീരിയോയിൽ കേൾക്കുന്ന ആദ്യമായിട്ട് ഇത് ഞാൻ എഴുതിയ ഈ പിന്നെ പാട്ടുകളിൽ പുസ്തകം, അതായത് മെലഡീസ് പറഞ്ഞിട്ട് ഇറങ്ങി 2 ഭാഗം ഇറങ്ങി. അതിൽ ആദ്യത്തെ പാട്ട് അതിനകത്ത് പാട്ടുകളാണ് പിന്നെ കരുതിയിലെ കണ്ടുള്ള പെണ്ണെ ഒക്കെ പാട്ടുകളൊക്കെ അതിനകത്ത് വന്നതാണ്. ഈ ലോകഗോളത്തിൽ ഒരു ശരാസന്ധ്യയിൽ ഇനിയും ഒരിക്കൽ കണ്ടുമുട്ടും. അപ്പോൾ ആ ആദ്യത്തെ ഡിസ്ക് ചെയ്യുമ്പോൾ 2 ഡിസ്ക് ചെയ്തപ്പോഴത്തേക്ക് പാട്ട് സൂപ്പർ ഹിറ്റുകളായി എന്ന് പറഞ്ഞാൽ അന്നൊക്കെ 500 കേസറ്റേ മലയാളത്തിൽ വിൽക്കുകയുള്ളൂ. ഇതൊക്കെ 10,000 കണക്കിന് വിറ്റു. അപ്പോൾ HMVക്ക് മനസ്സിലായി യേശുദാസ് ശബ്ദം വിൽക്കും. അപ്പം അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലെയല്ല. HMVക്ക് ഒരു പാട്ടുകാരനാണ്. കാരണം യേശുദാസ് പാടിയാൽ HMVക്ക് കൊടുത്താൽ പറ്റും. HMVയുടെ എഗ്രിമെൻ്റ്. ഇത് ഇന്നത്തെ ആൾക്ക് മനസ്സിലാവില്ല പറഞ്ഞാൽ. അതെ അതെ അതെ. പിന്നെ AVMൻ്റെ സരസ്വതി സ്റ്റോഴ്സ് കൊളംബിയയുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. കൊളംബിയ പിക്ചേഴ്സ്, ഹോളിവുഡിലെ കൊളംബിയ പിക്ചേഴ്സ്, അവർക്ക് സൗണ്ടുണ്ട്. അവരുടെ ഓഫീസ് ഇന്ത്യയിലുണ്ട്. അപ്പോൾ കൊളംബിയയുടെ മദ്രാസിലെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് AVM സ്റ്റുഡിയോ, അവർ സരസ്വതി സ്റ്റോഴ്സ് അവിടെ ഉണ്ട്. അപ്പോൾ കൊളംബിയയുടെ ആർട്ടിസ്റ്റാണ് P. സുശീല എസ് ജാനകി. അത് കൊളംബിയ, അതായത് സിനിമയ്ക്ക് വേണ്ടിയല്ല, എങ്ങനെ പാടിയാലും എസ് ജാനകിയും P. സുശീലയും പാടിയ കൊളംബിയ ഇറക്കാനായിട്ട് ഇറങ്ങുള്ളൂ. HMV യേശുദാസ് പാടിയ HMV ഇറക്കാനായിട്ട് ഇറങ്ങുള്ളൂ. HMV ഡിസ്ക് ഇറക്കുള്ളൂ. അപ്പോൾ ഈ 3 ഡിസ്കും മാർക്കറ്റിൽ വിൽക്കുന്ന ഒരുമിച്ചാണ്. ഒരേ സിനിമയിൽ 2 ഡിസ്ക് വരും. യേശുദാസ് പാടിയത് HMV ഡിസ്കായിരിക്കും. പിന്നെ ഇവർ തമ്മിൽ അറേഞ്ച്മെൻ്റ് ഉണ്ട്. ചില തമ്മിൽ അറേഞ്ച്മെൻ്റ് ഉണ്ട്. ഒരു പടമാണെന്നുണ്ടെങ്കിൽ അറേഞ്ച്മെൻ്റൊക്കെ ഉണ്ട്. അങ്ങനെയാണ്. അപ്പോൾ ഈ പാട്ടുകൾ ഹിറ്റായി കഴിഞ്ഞപ്പോഴാണ് യേശുദാസിന് മനസ്സിലായി എൻ്റെ ശബ്ദം വിൽക്കുമെന്ന്. അപ്പോൾ HMV ആർട്ടിസ്റ്റായിട്ടിരുന്നാൽ ഒരുപാട് പരിമിതികളുണ്ട്. അവർ വെറുതെ കേൾക്കണം. അപ്പോൾ അത് ബുദ്ധിമാനായ യേശുദാസ് HMVയുടെ എഗ്രിമെൻറ്റ് പുതുക്കിയില്ല, സ്വന്തമായി തരങ്ങനെ തുടങ്ങി. അപ്പോൾ യേശുദാസ് ഒരു നല്ല പാട്ടുകാരൻ, പെർഫെക്റ്റ് സിംഗർ മാത്രമല്ല, പെർഫെക്റ്റ് ബിസിനസ്മാനുമാണ്. അതായിരിക്കും പിന്നീട് ഈ കോപ്പിറൈറ്റ് വിഷയങ്ങൾ ഈ ഒക്കെ വന്നിട്ടുണ്ടാവുക. അതും കൂടി ബിസിനസ് ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ മുഹമ്മദ് ഹാഫിക്കോ SP ബാലസുബ്രഹ്മണ്യമോ ഈ ഐഡിയ തോന്നിയ ഇല്ല ഇല്ല, സ്വന്തമായ ഒരു ഓഡിയോ കമ്പനി തുടങ്ങാം, എൻ്റെ ശബ്ദം ഞാൻ തന്നെ വിൽക്കാം എന്ന് തോന്നിയിട്ടില്ല. അതുകൊണ്ട് യേശുദാസ് ഈസ് ഗ്രേറ്റ്. യേശുദാസിനെ സംബന്ധിച്ചോളം ഞങ്ങൾ പിന്നെ പിണങ്ങും. ഒരു കഴിഞ്ഞ 2 വർഷം മുന്നേ അമേരിക്കയിൽ പോയിരുന്നു, ഹ്യൂസ്റ്റണിൽ. നാസയൊക്കെ കണ്ടു. നാസയിലൊക്കെ പോയിരുന്നു. കണ്ടോ? നാസ അവിടെയൊക്കെ കണ്ടു. അതൊക്കെ ഒരു ദിവസം വരെ നാസയിലുണ്ടായിരുന്നു. അവിടെ എല്ലാം കണ്ട് ഞാൻ ഹ്യൂസ്റ്റണിൽ നിന്ന് 4.5 മണിക്കൂർ യാത്രയുള്ളൂ ഡാലസിൽ, യേശുദാസ് സ്ഥലത്തേക്ക്. അപ്പം ഞാനവിടെ ചെന്നപ്പോൾ ആദ്യം എന്നോട് സംസാരിക്കും യേശുദാസ് ഇങ്ങോട്ടാണ്. അതായത് ഹരി എന്ന് പറഞ്ഞൊരു ആരാധനുണ്ട് യേശുദാസിൻ്റെ. അപ്പോൾ എന്നെ കണ്ടപ്പോൾ ഹരി ഓടി എന്ന് പറഞ്ഞു. ഞാൻ ദാസോട്ട് പറഞ്ഞു തമ്പി സാർ വന്നിട്ടുണ്ടെന്ന്. കുറച്ച് കഴിഞ്ഞപ്പോൾ ദാസ് ലൈനിൽ വന്നു. വീണ അതും കൊണ്ട് വന്നു. ദാസ് സാർ ലൈനിൽ നിൽക്കുന്നു. ഞാൻ സംസാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ആ സമയത്ത് എനിക്ക് പനി വന്നു. ഒരു 3-4 ദിവസം നല്ല പനിയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് പുറപ്പെടാൻ സമയത്ത് ഞാൻ ഫോൺ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ ആദ്യം പ്രഭ ചോദിച്ചു തമ്മിക്ക് പനി വന്നല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അതെനിക്ക് മനസ്സിൽ വരണ്ടെന്നാണ് ഉദ്ദേശിച്ചത്. കാരണം ചില പനി ജലദോഷം ഉള്ളപ്പം അങ്ങോട്ട് പോകാൻ, കാരണം ശബ്ദം സിനിമയെ പാടുന്നില്ലേ പുള്ളി, ശബ്ദം എപ്പോഴും പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഞാൻ പോയില്ല. ഞങ്ങൾ കണ്ടില്ല, ഫോണിൽ സംസാരിച്ചുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ പിണങ്ങിയിട്ടുണ്ട് ഒരുപാട്. ഞാൻ പിണങ്ങാത്ത പാട്ടുകാരൻ SPB ഞങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. എൻ്റെ മോള് കവിതയും അദ്ദേഹത്തെ പോലെ പല്ലവി ഒരുമിച്ച് LKG പഠിച്ചത്. അതെ അല്ലേ? അപ്പം ഈ കുഞ്ഞുങ്ങളെ വിടാൻ ഞങ്ങൾ 2 പേരും വരും. അന്ന് ഞാനും ഇത്ര ഫേമസ് അല്ല, SPB ഫേമസ് അല്ല. വളർച്ചയുടെ വേദന അനുഭവിക്കുന്ന കാലഘട്ടമാണ്. ഞങ്ങൾ അവിടെ നിന്ന് കുറേ സംസാരിക്കും, പല കാര്യങ്ങളും സ്വപ്നങ്ങളും ഒക്കെ. എങ്ങനെ പിന്നെ SPBയായിട്ട് വേറൊരു ബന്ധം, ഞാൻ മദ്രാസിൽ AMAക്ക് പഠിച്ച IIT എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ എൻ്റെ പിന്നാലെ പഠിച്ച ബാലു. അപ്പോൾ എൻ്റെ പ്രിൻസിപ്പൽ, ഞാനവിടെ ഭയങ്കരമായിട്ട് വിജയക്കൊടി നാട്ടിയ ഒരാളായതുകൊണ്ട് പ്രിൻസിപ്പൽ എൻ്റെ പേര് പറയും. അപ്പോൾ SPB പറയും ആദ്യമായിട്ട് പ്രിൻസിപ്പൽ സുന്ദരരാജനാണ് ശ്രീകുമാർ എന്ന പേര് പറഞ്ഞാൽ അറിയുന്നത്. പിന്നീടാണ് നിങ്ങൾ പാട്ട് എഴുതുന്നൊക്കെ മനസ്സിലാക്കുന്നത്. SPB എന്നോട് പറയില്ല. ബാലുവിനെ ഞാൻ വിളിക്കുന്നത് ഭയങ്കര എളുപ്പമായിരുന്നു. അപ്പോൾ ഞാൻ
അപ്പോൾ എൻ്റെ മോളുടെ പേര് കവിത, ആ. അദ്ദേഹത്തിൻ്റെ മകളുടെ പേര് പല്ലവി. പല്ലവി. കവിതയും പല്ലവി. ആ, അപ്പോൾ ഇവർ ഒരുമിച്ചായിരുന്നു ഈ കിൻഡർ ഗാർട്ടനിൽ പഠിച്ചത്, LKG UKGക്കും. ആ. അപ്പോൾ അങ്ങനെ അപ്പം SPB ഞാനും തമ്മിൽ ഒരു ഭയങ്കരമായ ഫ്രണ്ട്. ഞാൻ എന്ത് പറഞ്ഞിട്ടുണ്ട് SPB നോ പറഞ്ഞിട്ടില്ല. SPBൻ്റെ വളരെ കുറച്ച് പാട്ടുകളെ പാടിയിട്ടുള്ളൂ. പക്ഷേ നമ്മൾ എന്ത് പറഞ്ഞാലും SPB എനിക്കിങ്ങനെ വേണമെന്ന് പറഞ്ഞാൽ നോ എന്ന കാര്യം പറഞ്ഞിട്ടില്ല. ചെയ്യാം, അപ്പോൾ ചൊല്ലുകോ, ഡേറ്റ് ചൊല്ലുകോ ഞാൻ പറഞ്ഞിരുന്നത് അങ്ങനെയാണ്. അപ്പോൾ അത് ഏറ്റവും തിരക്കുള്ള സമയത്താണ് ഞാൻ പറഞ്ഞു അനിയത്തിയായിട്ടൊരു പാട്ട് പാടണം, നിങ്ങൾ സിസ്റ്ററും കൂടെ SPB ശൈലിയെ കൂടെ ഒരു പാട്ട് പാടണം എൻ്റെ പടത്തിൽ. അത് ഒരു ആക്ഷൻ പടം, ലില്ലി ലില്ലി മൈ ഡാർലിംഗ് എന്നൊരു പാട്ട് പാടുക, ഇംഗ്ലീഷാണ്. അപ്പോൾ എന്താ ഇംഗ്ലീഷാണ് കംപ്ലീറ്റ്. അപ്പോൾ SPB നല്ലപോലെ ഇംഗ്ലീഷ് പറയും. SPB വളരെ പഠിച്ചതാണ് കുട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇംഗ്ലീഷ് പാട്ടായതുകൊണ്ട് നിങ്ങൾ പാടണം എന്ന് പറഞ്ഞു. കുറച്ച് മലയാളം വരും ഇടയ്ക്ക്. അപ്പോൾ ഞാൻ ரொம்ப തിരക്ക്, നാളെ റെക്കോർഡിംഗ് ഉണ്ട്, ഞാൻ വിളിച്ച് പാടിയേ പറ്റൂ, എനിക്ക് വേറെ ആരും ഞാൻ പാടിയേ പറ്റൂ എന്ന് പറഞ്ഞപ്പോൾ ആ മറ്റേ റെക്കോർഡിംഗ് മാറ്റി വെച്ചിട്ട് വന്ന് പാടി SPB. പിന്നെ ജയചന്ദ്രനുമായിട്ട് ദിർസ്നോ ഞാനും ജയനും തമ്മിൽ ഒരു അഭിപ്രായ ഒരിക്കലും ഉണ്ടായിട്ടില്ല. അപ്പോൾ ജ്യേഷ്ഠാനിയന്മാരെ പോലെയായിരുന്നു. ജ്യേഷ്ഠാനിയന്മാർ തമ്മിൽ പണങ്ങും, ഞങ്ങളും അതുപോലെ പണങ്ങിയിട്ടില്ല. പിന്നെ ബ്രഹ്മാനന്ദനെ സംബന്ധിച്ചോളം ബ്രഹ്മാനന്ദന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ഞാനാണ്. ബ്രഹ്മാനന്ദനെ വേണ്ടത്ര ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്ന് തോന്നുന്നല്ലേ? അതിന് വേറെ ഒന്ന് രണ്ട് കാരണങ്ങളുണ്ട്. അത് ഞാനിപ്പോൾ പറയുന്നില്ല, ഒന്ന് രണ്ട് കാരണങ്ങളുണ്ട്. അത് ബ്രഹ്മാനന്ദൻ്റെ ചെറിയ കുഴപ്പമുണ്ട്. പിന്നെ എന്താ ദേവരാജൻ മാസ്റ്റർ എന്നോട് പറഞ്ഞ ഒരു കാര്യം, ഞാൻ ബ്രഹ്മാനന്ദൻ ഒരുപാട് കഷ്ടപ്പെടുന്ന സമയത്ത് അന്നിങ്ങനെ പറഞ്ഞാൽ ദേവരാജ മാസ്റ്റർ അംഗീകരിക്കാതെ പാട്ടുകാരന് വരാൻ പറ്റില്ല മലയാള സിനിമയിൽ. അപ്പോൾ അർജുൻ വല്ലപ്പോഴും ഒരു പാട്ട് കൊടുത്തു, അല്ലെങ്കിൽ ദേവശ്യാമസ്വാമി വല്ലപ്പോൾ പാട്ട് കൊടുത്താലൊന്നും അതുകൊണ്ട് ജീവിക്കാൻ പറ്റില്ല. കാരണം ഉടനീളം പ്രവർത്തിക്കുന്ന ദേവരാജ മാസ്റ്റർ, ബാബുക്കയും പോയി. അപ്പോൾ ദേവരാജ മാസ്റ്റർ രവീന്ദ്രൻ ജോർജനൊന്നും വന്നിട്ടില്ല, അവരാരുമില്ല. അപ്പോൾ ദേവരാജ മാസ്റ്റർ അംഗീകരിക്കാതെ ഒരു പാട്ടുകാരൻ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഇദ്ദേഹത്തോട് ഒരു ദിവസം പോയി പറഞ്ഞു, ദേവരാജ മാസ്റ്റർ ഞങ്ങൾ ഒരുമിച്ച് 2ാം മധുവിധു ഞങ്ങളുടെ സെക്കൻഡ് ഹണിമൂൺ കാലം ഞാൻ പോയി പറഞ്ഞു, മാഷേ എനിക്കൊരു ചോദ്യം. ഞാൻ പറഞ്ഞു തെറ്റിദ്ധരിക്കുക, എന്താ മാഷേ ബ്രഹ്മാനന്ദനെ ഒരു പാട്ട് പോലും കൊടുക്കാത്തത്? അപ്പോൾ ഞാൻ പറഞ്ഞു, പുള്ളി പറഞ്ഞു അവൻ പാടിയ 2 പാട്ട് തമ്പി ഒന്ന് പാട് പല്ലവി. നിങ്ങളല്ലേ പാട്ട് കൊടുത്തു എന്നോ പുള്ളിയല്ല, നിങ്ങളല്ലേ ഒരുപാട് പാട്ട് കൊടുത്തിരിക്കുക അയാൾക്ക്. ഒരു പാട്ട് പാടും, ഏതൊക്കെ അർജുൻ ട്യൂൺ ചെയ്ത് 2 പാട്ട്, സ്വാമി ഒക്കെ ട്യൂൺ ചെയ്ത പാട്ടല്ലേ, ഇയാളെ കൊടുക്കുന്നു 2 പാട്ടൊന്ന് പാടും. അപ്പം ഞാൻ പാടുന്നു, നീലനിശീഥിനി നിന്മണി മേടയിൽ താരകരൂപിണി നീ എന്നുമെന്നോട് ഭാവനാരോമാഞ്ചമായിരിക്കും. 2 എൻ്റെ പാട്ടുകളാണ് ഞാൻ പാടുന്നു. ഏതെങ്കിലും വരി മേലെ പോയിട്ടുണ്ടോ? ദേവരമാസ്റ്റർ ചോദിച്ചു ചോദ്യം. അർജുനനും ദക്ഷിണാമൂർത്തിയും ബ്രഹ്മാനന്ദൻ്റെ ശബ്ദത്തെ അനുസരിച്ച് ട്യൂൺ ചെയ്തിരിക്കുക. എനിക്ക് സൗകര്യമില്ല അങ്ങനെ ചെയ്യാൻ, എൻ്റെ ട്യൂണാൻ പാടണം. ഇതെനിക്കൊരു പുതിയ അറിവായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ പിന്നെ പാടിക്കപ്പറ്റത് കാറ്റടിച്ചു ബ്രഹ്മാനന്ദ പാടി ശരിയാവില്ല. അദ്ദേഹം പറഞ്ഞതാണ് ബേസ് വോയിസ്, അതായത് താഴെ സരി ഗ മ പ ഥ വരെ ഓക്കെ, നീ വന്നാൽ പ്രശ്നം വരും. ഉയർന്ന ലാസ്റ്റ് മേൽ ഷഡ്ജത്തിൽ പ്രശ്നം വരും എന്ന് ദേവരാജ മാഷ് പറഞ്ഞു. ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. നാളെ രാകേഷ് ബ്രഹ്മാനന്ദൻ പറഞ്ഞത് ശ്രീകാന്ത പിസാറിൻ്റെ അത്രയും അവമാനിച്ച് പറഞ്ഞാൽ ഞാൻ പറയുന്നതല്ല ഇത്. അല്ല ദേവരാജ മാഷ് എന്നോട് പറഞ്ഞു. അപ്പോൾ ദേവരാജ മാഷ് പറഞ്ഞാൽ ഞാൻ എങ്ങനെ വെച്ചാൽ കീഷഡ്ജം മുതൽ മേൽഷഡ്ജം വരെ ശബ്ദം ഇട്ട് അടിക്കുന്നവരാണ്. പുള്ളി പറഞ്ഞ വാചകം ഞാൻ കീഷഡ്ജം മുതൽ മേൽഷഡ്ജം വരെ, അതാ എൻ്റെ ട്യൂൺ. അത് പാടാൻ യേശുദാസിനെ പറ്റൂ. അത് പാടാൻ കഴിവുള്ളവരെ ഞാൻ നോക്കുന്നു. അതിന് തൊട്ടടുത്ത് വരാൻ ജയിച്ചതിന് പറ്റും. അപ്പം ഞാനെന്ത് ചെയ്തു, നിങ്ങൾ സ്വാമിയും അർജുന മാഷും തമ്പി പറഞ്ഞിട്ട് ട്യൂൺ ചെയ്ത് വരെ ഞാൻ ബ്രഹ്മാനന്ദന് വേണ്ടി ട്യൂൺ ചെയ്യാൻ പറ്റില്ല. എങ്കിലും ഞാൻ നിർബന്ധിച്ചുകൊണ്ട് ഒരു പാട്ട് കൊടുത്തു. അത് പക്ഷെ പുള്ളി ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ രാഗതരംഗം അനുരാഗതരംഗം നീ ഒരു രാഗതരംഗം ഞാനൊരു രാഗതരംഗം രാഗതരംഗം അങ്ങനെ ഒരു ട്യൂൺ ഉണ്ടാക്കി കൊടുത്തു.
പഠിച്ചു. ഞാൻ എഴുതി പാട്ട് ദേവരാമ ഞാൻ നിർബന്ധിച്ചുകൊണ്ട്. പക്ഷേ അപ്പം ചില മ്യൂസിക് ഡയറക്ടേഴ്സിന് അവരുടെ ദുർവാശികളുണ്ട്, വാശികളുണ്ട്. അപ്പം അങ്ങനെ ബ്രഹ്മാവിൻ്റെ പറ്റിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ദേവരാജ മാസ്റ്റർ പിന്തുണ നൽകിയില്ല. ആ കാലഘട്ടത്തിൽ ദേവരാജ മാസ്റ്റർ പിന്തുണ നൽകാത്തൊരു പാട്ടുകാരന് ഉയരാൻ പ്രയാസം. ഇതാണ് ശരിയായ ഉത്തരം. യേശുദാസിന് അല്ലാതെ ആൾക്കാർ പറയുന്നൊന്നുമല്ല. യേശുദാസിന് എല്ലാ അനുഗ്രഹങ്ങളും ഒന്നിച്ചു വന്നു. അതാണ് ഇപ്പൊ സാറിന് ഒരു സംഗീതബോധമുള്ള ഒരു എഴുത്തുകാരനാണ്. സംഗീതത്തിലും ഒരുപോലെ ധാരണയുണ്ട്, എഴുത്തിലും വഴക്കമുണ്ട്. ഇങ്ങനെ ഒരു ഇടയേണ്ടി വന്നിട്ടുണ്ടാവില്ല ഈ സംഗീതത്തിലുള്ള അറിവ് കൊണ്ട്? പലപ്പോഴും സംഗീതജ്ഞരുമായിട്ട് സംവിധായകരുമായിട്ട് ഇടയേണ്ടി വന്ന സാഹചര്യം. ഞാനും സ്വാമിയും തമ്മിൽ പലപ്പോഴും സ്വാമിയിൽ നിന്നാണ് തോന്നുന്നല്ലേ കൂടുതൽ സംഗീതം പഠിച്ചത്? ഞാനും സ്വാമിയും ഞാനും അർജുനോട് ഏറ്റവും കൂടുതൽ സ്വീകരിക്കുന്നത്. എൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ സ്വീകരിക്കുന്നത് സ്വാമിയും അർജുനാണ്. അത് കഴിഞ്ഞ് ദേവരാജ മാസ്റ്റർ 36 പടം ചെയ്തു. അതെ അതെ, ഞങ്ങൾ പിണങ്ങിയെന്നുള്ള 36 പടം ചെയ്തു ഞങ്ങൾ ഒരുമിച്ച്. പക്ഷേ അത് അപ്പോൾ MS ഹുസൈനോട് 10-20 പടം ചെയ്തു, 20 പടത്തിൽ കൂടുതൽ. ശ്യാമനോട് 10-25 പടം ചെയ്തു. അപ്പോൾ ശ്യാമൊക്കെ എന്ന് പറഞ്ഞാൽ ശ്യാമന് ട്യൂൺ തരികയുള്ളൂ. അപ്പോൾ ചിലപ്പോൾ ഞാൻ ശ്യാമനോട് ഈ പാട്ട് ഞാൻ എഴുതാൻ നിങ്ങൾ ട്യൂൺ ചെയ്യണമെന്ന് പറയും. ആ പുള്ളി ട്യൂൺ ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞുതരാമെന്ന് പറയും. അത് ചിലപ്പോൾ ശ്യാമന് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ചില അഭിപ്രായം ശ്യാമായിട്ടുണ്ടായിട്ടുണ്ട്. അതുപോലെ MS ഒരു അഭിപ്രായം ഉണ്ടായിട്ടില്ല. MS ആദ്യം രംഗാധരൻ തുടങ്ങുമ്പോൾ എന്നോട് പറഞ്ഞു ട്യൂൺ അനുസരിച്ച് എഴുതാമെന്ന്. ചേട്ടാ മലയാളത്തിൽ രീതിയില്ലെന്ന്. പിന്നെ അങ്ങനെ മലയാളത്തിൽ ഞാൻ കുറേ പാട്ട് പാടി കേൾപ്പിച്ചു. ഇങ്ങനെയാണ്, അതൊക്കെ എഴുതിയാണ്, ഇതൊക്കെ എഴുതി ശരി എഴുത്. അങ്ങനെ ഈശ്വരനിലേക്ക് ഇതിന് പോയി. ആദ്യം പുള്ളി ആദ്യമായിട്ട് ട്യൂൺ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ പറഞ്ഞു പിന്നെ എന്താ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു ചേട്ടാ രാഗമാണ് മലയാളത്തിൽ പ്രധാനം, രാഗനിബദ്ധമാണ്. ഒരു രാഗം ബേസ് ചെയ്തിട്ടാണ് എല്ലാ പാട്ടുകളും ഉണ്ടാകുക. അങ്ങനെയാണോ? ആൾക്ക് രാഗമൊക്കെ മനസ്സിലാവും. ഞാൻ മനസ്സിലായി. പുള്ളി മലയാളിയാണെങ്കിലും പുള്ളി തമിഴ് കൾച്ചറല്ലേ. അങ്ങനെ ഞാൻ മാറ്റാൻ പറഞ്ഞു. ഞാൻ മാറ്റിയതാണ് ഇപ്പോൾ കേൾക്കുന്ന ശിവരഞ്ജനിയിലുള്ള ഈശ്വരനൊരിക്കൽ വിരുന്നിന് പോയി രാജകൊട്ടാരത്തിൽ വിളിക്കാതെ. ആ ശിവരഞ്ജനി രാഗ പുള്ളി ആദ്യം ഇട്ട ആ പാട്ട് ഞാൻ മാറ്റാൻ പറഞ്ഞ് മാറ്റിയ ട്യൂണാണ്. അത് ഞാനും അർജുൻ മാസ്റ്റർ തമ്മിലുണ്ട്. ഞാനും അർജുൻ മാസ്റ്റർ തമ്മിൽ അഭിപ്രായം ഉണ്ടായിട്ടില്ല. കാരണം അർജുൻ ഏത് പാട്ട് ഞാൻ എഴുതിയാലും എൻ്റെ ട്യൂൺ റെക്കോർഡ് ചെയ്യും. അല്ല, അങ്ങയുടെ പാട്ടിലൂടെയാണല്ലോ അർജുനൻ പാട്ട് എഴുതി കഴിഞ്ഞാൽ പാട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ട്യൂണെന്ന് പാടുന്ന പറയും. എന്നൊരു പുള്ളി റെക്കോർഡുണ്ട്, അതിൽ ടേപ്പ് ചെയ്യും. ഇത് പുള്ളി ബേസാക്കി വയ്ക്കും. ഞങ്ങളുടെ പാട്ട് ഇത്ര ഹിറ്റാകാനുള്ള കാരണം അതാണ്. വാക്കുകളും സംഗീതം തമ്മിൽ ചേരും. അല്ല, ചിലതിലൊക്കെ അങ്ങയുടെ മനസ്സിൽ വിചാരിച്ച സംഗീതം ഒന്ന്, ആഗ്രഹിച്ച സംഗീതം ഒന്ന്, സംഭവിച്ചത് മറ്റൊന്ന്, അത്തരം പാട്ടുകളും ഉണ്ടല്ലോ. ഉണ്ട്, അങ്ങനെ വരും. പക്ഷേ അങ്ങനെ വരുമ്പോൾ നമ്മൾ ചില ഇപ്പോൾ ദേവരാജ മാസ്റ്ററോ അല്ലെങ്കിലൊക്കെ ആണെങ്കിൽ നമ്മൾ വിട്ടുകൊടുക്കാൻ അവരെ റെസ്പെക്റ്റ് ചെയ്യും. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചോളം ഞാൻ എപ്പോഴും നന്മയുടെ കൂടെയും സത്യത്തിൻ്റെ കൂടെയാണ്. അപ്പം ഞാൻ ഉദ്ദേശിച്ചതിനേക്കാളും ബെറ്ററാണ് ആ ട്യൂണെങ്കിൽ ഞാൻ സമ്മതിക്കും. ഇപ്പം അങ്ങയുടെ ഗുരുനാഥൻ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് പി ഭാസ്കരനാണോ വയലാറാണോ? ഈ ഒരു ചോദ്യം എപ്പോഴും അങ്ങ് അഭിമുഖീകരിക്കുന്നുണ്ടാവും. പക്ഷെ പാട്ടെഴുത്തിൻ്റെ ഒരു ചക്രവർത്തി പി ഭാസ്കരൻ മാഷ് തന്നെയല്ലേ വയലാർ? തീർച്ചയായിട്ടും. അല്ലല്ല, വയലാർ ഞാൻ പറയില്ല. പി ഭാസ്കരനും വയലാറും ONV കുറുപ്പും എൻ്റെ മുന്നാലെ നടന്നവരാണ്. അതിൽ ഞാൻ മനസ്സുകൊണ്ട് അധികം അടുക്കാത്ത ONV കുറുപ്പായിട്ടാണ്. പക്ഷേ അദ്ദേഹത്തെ കൊണ്ട് ഞാൻ എൻ്റെ 1001 തിരഞ്ഞെടുത്ത ഗാനങ്ങൾക്ക് അവതാരി ചോദിച്ചത്. കാരണം അപ്പം മറ്റു രണ്ടുപേരും ഇല്ല. ഭാസ്കർ മാസ്റ്റർക്ക് സുഖമില്ലാതായി, വയലാർ മരിക്കുകയും ചെയ്തു. അപ്പം പിന്നെ എനിക്ക് ONV കൊണ്ട് ചോദിച്ചേ പറ്റൂ. കാരണം എന്നെ പാട്ട് പഠിപ്പിച്ചവർ 3 പേരാണ്. ഇവരുടെ 3 പേരുടെ പാട്ട് കേട്ടാണ് ഞാൻ പഠിക്കുന്നത്. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ മത്സരിച്ചത് എൻ്റെ ഗുരുക്കന്മാരുമായിട്ടാണ്. മലയാള സിനിമയിൽ മറ്റൊരുത്തനും ഈ നിയോഗം ഉണ്ടായിട്ടില്ല. എൻ്റെ എൻ്റെ സമപ്രായക്കാരുമായിട്ടല്ല ഞാൻ മത്സരിച്ചത്. ഞാൻ മത്സരിച്ചത് പി ഭാസ്കരൻ, വയലാർ, ONV 3 പേരുമായിട്ടാണ് മത്സരിച്ചത്. അവർ 3 പേരും എൻ്റെ ഗുരുക്കന്മാരാണ്. അപ്പോൾ ഗുരുക്കന്മാരായിട്ട് മത്സരിക്കാനായിരുന്നു എൻ്റെ നിയോഗം, കാലം തന്ന നിയോഗം. അതിൽ ഞാൻ ജയിച്ചു എന്ന് പറയുന്നില്ല, പക്ഷെ തോറ്റില്ല. ജയിച്ചു എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല, പക്ഷെ തോറ്റില്ല. തോറ്റില്ല എന്ന് മാത്രമല്ല, ആ ഒരു തുടർച്ചയെ എനിക്കൊന്ന് അതെൻ്റെ കാലം എന്നെ അനുഗ്രഹിച്ചു. അങ്ങനെയാണ് ഈ ബിച്ചുത്തിരുമല്ല പൂച്ചക്കാർക്ക് വന്നവർ. ഞാൻ വരുന്ന സമയത്ത് യൂസഫ് അലി കച്ചേരി എന്നെക്കാൾ 6 വയസ്സിന് മൂത്ത, ഈ 6 years ഓൾഡർ ദാൻ മീ. അപ്പോൾ ഇവർ 3 പേരാണ് എൻ്റെ മുമ്പിൽ. ഇവരുടെ പാട്ട് കേട്ടപ്പോൾ പൊന്നരവേള അമ്പിളിയും പിന്നെ ഭാസ്കർ മാസ്റ്ററുടെ പദം വൃക്ഷതാം പാടിപ്പാടി പോവുക, ആ പാട്ട് വരെ
വിപ്ലവഗാനം വരെ, അത് വയലാറിൻ്റെ പാട്ടുകൾ, ഇത് പറന്നു പറന്നു പറഞ്ഞു ചെല്ലാൻ പറ്റാത്ത കാര്യം, ഇതൊക്കെ കേട്ടല്ലേ ഞാൻ പാട്ട് എഴുതാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഇതൊക്കെ കേട്ടതാണ് നമ്മൾ പാട്ട് എഴുതുന്നത്. എന്നിട്ട് അവരുമായിട്ട് മത്സരിക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ, എൻ്റെ പാട്ട് എഴുതുന്ന എങ്ങനെയും തന്നെ പഠിപ്പിച്ച 3 വലിയ പ്രതിഭാശാലിയോടൊപ്പം മത്സരിക്കാൻ എനിക്ക് ഭാഗ്യമോ ദൗർഭാഗ്യമോ ഉണ്ടായി. പക്ഷേ എനിക്ക് തോന്നുന്നു ആ ഒരു അപ്പുറത്തുള്ള ഒരു ചില അതിൽ എന്നെ പൂർണ്ണ മനസ്സോടെ അംഗീകരിക്കുകയും എന്നെ കൂടെ നിർത്തി ആലിംഗനം ചെയ്ത് എന്നെ കൂടെ നിർത്തുകയും ചെയ്ത് പി ഭാസ്കരനാണ്. അദ്ദേഹം എൻ്റെ ഗുരു. ഇപ്പോൾ ഈ പിൽക്കാല തലമുറയിൽ എനിക്ക് തോന്നുന്നത് ഇപ്പം ഈ ഗിരീഷ് പുത്തഞ്ചേരിയോടാണോ അടുപ്പം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇടയ്ക്ക്. അങ്ങയുടെ ഒരു പുസ്തകത്തിൽ ഈ പുതിയ എൻ്റെ പിന്നാലെ എഴുത്തുകാരിൽ കയ്യപ്പൻ എനിക്ക് ഇഷ്ടമാണ്. കയ്യപ്പൻ നല്ല പാട്ട് എഴുത്തുകാരുന്നു. എന്നാൽ തന്നെ ഹിസൈൻ അബ്ദുള്ള ഭാരതത്തിലേക്ക് 1-ാം തരം പാട്ടുകളിൽ നല്ല കവിയാണ്, ഗാനരചയിതാവാണ്, യാതൊരു സംശയമില്ല അദ്ദേഹം. പിന്നെ ഗിരീഷ് പുത്തഞ്ചേരിയായിട്ട് എനിക്ക് വളരെ അടുപ്പമായിരുന്നു. കാരണം ഗിരീഷ് പുത്തഞ്ചേരി വേഴ്സറ്റൈലാണ്. സ്ക്രിപ്റ്റ് എഴുതും, അത് ഡയറക്റ്റ് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു, ചെയ്തില്ല, അതിന് സമയം കിട്ടിയില്ല. എന്നെ കാണുമ്പോൾ ഗിരീഷ് പറഞ്ഞു എനിക്ക് ചേട്ടനാകണമെന്ന് ആഗ്രഹം എന്ന് പറഞ്ഞു. എനിക്ക് ചേട്ടനെ പോലെ ആകണം. ഇപ്പം ഞാൻ ഭാസ്കർ മാസ്റ്റർ പോലെ ആകണമെന്ന് ആഗ്രഹിച്ച പോലെ അവൻ ആഗ്രഹിക്കാൻ തെറ്റില്ലല്ലോ. എനിക്ക് ചേട്ടനെ പോലെ ആണെങ്കിൽ ഞാൻ നോക്കിക്കോ തിരക്കഥ എഴുതും, എഴുതിയല്ലോ 1-2 പടങ്ങൾ എഴുതി, ഞാൻ സംവിധാനം ചെയ്യും, വടക്കുന്നാഥൻ എന്നോട് പറയുമായിരുന്നു. പക്ഷേ അതിന് കാലം അനുവദിച്ചില്ല. അപ്പോൾ അങ്ങനെ പിന്നെ എൻ്റെ പല പാട്ടുകളെ പുകഴ്ത്തുകയും എൻ്റെ പാട്ടുകൾ അവൻ്റെ പ്രചോദനമായി എന്ന് പറഞ്ഞിട്ടുണ്ട്. പല പാട്ടുകളെ കുറിച്ച് പറയുന്നത് ആ പാട്ട് എനിക്ക് പ്രചോദനമായിട്ടുണ്ട്, അത് വെച്ചാൽ ഇത് എഴുതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനൊക്കെ ജ്യേഷ്ഠാനിമാർ എന്നെ വലിയ കാര്യമായിരുന്നു. ഞാൻ ഭയങ്കര വഴക്ക് പറയായിരുന്നു. കുടിച്ചിട്ട് അനുഭവം ഭയങ്കര ചീത്ത വിളിക്കില്ല മദ്യപിച്ചിട്ട് വരുമ്പോഴേ. ഒരിക്കൽ സൈകട്ട് ട്രെയിനിൽ AC ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ആടിക്ക് ഫിറ്റായിട്ട് എന്നെ പോയിരുന്നു. ഞാൻ കുറേ അധികം ചീത്ത പറയുന്നു. വയലാറിൻ്റെ അനുഭവം വരണം നിനക്കെന്ന് പറഞ്ഞു. അതുപോലെ സംഭവിച്ചു. അറം പറ്റി. നീ ഇങ്ങനെ കള്ളു കുടിച്ച് നടന്നാൽ വയലാറിൻ്റെ അനുഭവം നിനക്ക് വരാൻ പോകുന്നത്. എൻ്റെ കഴിവൊന്നും പുറത്ത് വരാൻ നീ അല്പായുസമായിട്ട് ഭരിക്കും. അപ്പോൾ ചീത്ത വിളിച്ചു. അപ്പോൾ കാലിലൊക്കെ തൊട്ട് എൻ്റെ ചേട്ടാ ക്ഷമിക്കുന്നൊക്കെ പറഞ്ഞ് കാലിലൊക്കെ തൊട്ട് ഒരു നാടകമൊക്കെ കളിച്ചു. പക്ഷേ ഗിരീഷിനെ കുറിച്ച് മറക്കാത്ത അനുഭവം കൂടെ പറഞ്ഞിട്ട് നിർത്താൻ നോക്കുന്നത്. അതെ, എനിക്ക് ഓടക്കുള്ള അവാർഡ് കിട്ടി. മഹാകവി ജിയുടെ പേരുള്ള ഓടക്കുള്ള അവാർഡ് കിട്ടി. എറണാകുളത്താണ് അതിൻ്റെ അവാർഡ് തരുന്നത്, പരിശുദ്ധ ഹാളിലാണ്. അപ്പോൾ M. അച്യുതൻ എന്ന് പറഞ്ഞ പ്രശസ്ത നിരൂപകൻ, മഹാകവി ജിയുടെ സണ്ണില്ലായും ഒക്കെ മരിച്ചു പോയത്, അദ്ദേഹമാണ് അതിൻ്റെ ഇതിൻ്റെ നടത്തുന്നത്. ഓടക്കുള്ള അവാർഡിൻ്റെ പരിപാടിക്ക് മേൽനോട്ടം വയ്ക്കുക അദ്ദേഹമാണ്. അപ്പോൾ ഓടക്കുള്ള ഈ M. അച്യുതൻ മലയാളം പ്രൊഫസറായിരുന്നല്ലോ. അപ്പോൾ കാലിക്കറ്റ് ആർട്സ് കോളേജിൽ ഈ ഗിരീഷിനെ പഠിപ്പിച്ചിട്ടുണ്ട് മലയാളം. അപ്പോൾ ഗിരീഷ് പുത്തഞ്ചേരി M. അച്യുതൻ സാറിനെ വിളിച്ചിട്ട് പറയുന്നു, തമ്പിച്ചേട്ടനെ ഓടക്കുള്ള അവാർഡ് കൊടുക്കുമ്പോൾ എനിക്ക് പ്രസംഗിക്കണം. മനസ്സിലായേ? അത് പ്രസംഗിക്കണം. അപ്പം പുള്ളി അങ്ങോട്ട് നീ എന്താ പാട്ടെടുത്തുകാരൻ എന്താണ് കവിതയെക്കുറിച്ച് പ്രസംഗിക്കുന്നത്? അവിടെ വിഷ്ണുനാരായണൻ നമ്പൂരി, പി നാരായണക്കുറുപ്പും NK ദേശമൊക്കെ വന്ന് പ്രസംഗിക്കും. നീ ഇവിടെ നിന്ന് പാട്ടെക്കുറിച്ച് നീ സിനിമാ പാട്ടാണ്, തമ്പിക്ക് അവാർഡില്ല, കവിതയ്ക്കല്ല അവാർഡ് കൊടുക്കുന്നത്. അപ്പോൾ അമ്മയ്ക്കൊരു ധാരണ അവതാരം അതിനാണ് അവാർഡ്. അപ്പോൾ ആണ് നിനക്ക്. അപ്പോൾ പുള്ളി വിഷമത്തിൽ അങ്ങനെയല്ല എനിക്ക് പ്രസംഗിക്കണം, എനിക്ക് പ്രസംഗിക്കണം പറഞ്ഞാൽ നിർബന്ധിച്ചു. അപ്പോൾ അച്യുത സാർ എന്നെ വിളിക്കുന്നു. അച്യുത എന്നെ വിളിച്ചിട്ട് തമ്പി ആ ഗിരീഷ് പുത്തഞ്ചേരി അവനിങ്ങനെ വിളിച്ചത് ആ മീറ്റിംഗ് പ്രസംഗിക്കണമെന്നൊക്കെ പറയുന്നു, ഇവന് കവിതയൊന്നും എഴുതില്ല, പാട്ട് എഴുതുന്ന നിങ്ങൾക്ക് വിരോധം വല്ലതും ഉണ്ടോ ചോദിച്ചാൽ ഞാൻ ഒരു വിരോധമില്ല സാർ, അവൻ പ്രസംഗിക്കട്ടെ, എനിക്ക് അനിയനെ പോലെ അവൻ ആഗ്രഹം കൊണ്ട് പറയുന്നതാണ്, എനിക്ക് അവാർഡ് കിട്ടുന്നുള്ള സന്തോഷം കൊണ്ട് പറയുന്നതാണത്. അതിന് അപ്പോൾ അവാർഡ് വാങ്ങാൻ ഞാൻ പോയപ്പോൾ ഒരു നാച്ചുറോപ്പതി ചികിത്സ കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. പുള്ളി പറഞ്ഞു ഞാൻ നാച്ചുറോപ്പതി വളരെ ക്ഷീണിച്ചിരിക്കുന്നു. ഇപ്പം ഞാൻ ക്ഷീണിച്ചിരിക്കുകയാണ് ഇപ്പോൾ, അതുപോലെ ക്ഷീണിച്ചിരിക്കും, വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നു കണ്ട്. അപ്പം ഞാൻ നീ എന്താ സംഭവിച്ചു ചേട്ടാ? ഞാൻ നാച്ചുറോപ്പതി ചികിത്സ കഴിഞ്ഞ് വരിക. അവരെന്നെ മണ്ണിലൊക്കെ കുഴിച്ചിട്ടൊക്കെ നിർത്തി അവർ ചികിത്സ നടത്തിയിട്ട് ഇങ്ങനെ വിട്ടിരിക്കുകയാണ്. ഞാൻ സൂക്ഷിക്കണം, ഈ ആയുർവേദ നാച്ചുറോപ്പതിക്കൊക്കെ പഥ്യമുണ്ട്, മനസ്സിലായി, അത് ഒരു ഡിസിപ്ലിൻ വിടരുത്, അച്ചടക്കത്തോടെയാണ് ചികിത്സയ്ക്ക് എന്നൊക്കെ ഞാൻ ഉപദേശിച്ചു. അപ്പോൾ പ്രസംഗിക്കുമ്പോൾ നമ്മുടെ ഇയാൾക്ക് മുമ്പ് വേറെ പലരും പ്രസംഗിക്കുമല്ലോ. പ്രസംഗിച്ച ആരും ഒരാൾ ചലച്ചിത്ര ഗാനത്തിൽ നിന്ന് താഴ്ത്തി
ശ്രീകുമാരൻ തമ്പി സിനിമകൾക്ക് പാട്ട് എഴുതിയിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ പാട്ടുകളും കവിതകളാണ് എന്ന്. അപ്പോൾ പാട്ട് എഴുതുന്ന കുറച്ച് ഒരു അത് ഈ കവികളുടെ ഒരു, നേരത്തെ ഞാൻ പറഞ്ഞില്ല, കവികളുടെ ഒരു മാനസിക മാനസിക സ്ഥിതിയാണ്. അപ്പോൾ ശ്രീകുമാരൻ തമ്പി പാട്ട് എഴുതിയിട്ടുണ്ട്, പാട്ട് എഴുതുന്ന ദോഷമാണ്, എങ്കിലും ആ കാട്ടുകളിൽ കവിതയുണ്ട് എന്ന് എന്നെ സംസാരിച്ചു. ഇത് കയറി പിടിച്ചു. ഇത് ഗിരീഷ് പൂത്തഞ്ചേരി വന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ആരോ ശ്രീകുമാരൻ തമ്പി ഈ പാട്ട് എഴുതിയെങ്കിലും അതിൽ കവിതകളുണ്ടായിരുന്നു. അപ്പോൾ പാട്ട് എഴുതുന്ന എന്തോ ഒരു കവികൾക്ക് പാട്ട് എഴുതി കഴിഞ്ഞാൽ എന്തോ അതൊരു ധാരണ പറഞ്ഞു. അത് തെറ്റാണ്. ഞാൻ ഇന്ന് തമ്പിച്ചേട്ടൻ്റെ കവിതകളെക്കുറിച്ച് സംസാരിക്കാൻ പഠിച്ചിട്ട് വന്നതാണ്. പക്ഷേ ഇന്ന് ഞാൻ സംസാരിക്കുക ശ്രീകുമാരൻ തമ്പിയുടെ ചലച്ചിത്രങ്ങളെ കുറിച്ചാണ്. എന്ന് പറഞ്ഞാൽ അതിമനോഹര പ്രസംഗം ചെയ്തു എൻ്റെ പാട്ടുകളെക്കുറിച്ച് മാത്രം. എന്താണ് കവിത, അങ്ങനെ ഈ വിഭാവന അലങ്കാരം, മനസ്സിലായില്ലേ, അങ്ങനെയുള്ള ശ്ലേഷം അലങ്കാരം ഇതൊക്കെ പറഞ്ഞ് നല്ല സുഖ പ്രസംഗം ചെയ്തു. അത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ സ്റ്റിൽ ഫോട്ടോ എടുക്കുന്ന ഒരു ഫോട്ടോഗ്രാഫറുണ്ട്, അയാളെ അടുത്ത് വിളിച്ചു, ഞങ്ങളുടെ ഒരു ഫോട്ടോ എടുക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ പറയണം നമ്മുടെ എത്ര ഫോട്ടോ എടുത്തിട്ടുണ്ട്, എവിടെയൊക്കെ വെച്ച് ഫോട്ടോ എടുത്തിട്ടുണ്ട്. അല്ല ചേട്ടാ, നമ്മൾ കെട്ടിപ്പിടിക്കുന്ന ഫോട്ടോ എടുത്തിട്ടില്ല, എനിക്കൊരു ഫോട്ടോ വേണം. അപ്പോൾ അവിടെ എടുക്കും. ഫോട്ടോ എടുത്ത് കഴിഞ്ഞപ്പോൾ ആ ഫോട്ടോഗ്രാഫർ പറഞ്ഞു, ഞാൻ നാളെ രാവിലെ പോകും, ഇത് ചുമ്മാ വെറുതെ എടുത്തതല്ല, എൻ്റെ വീട്ടിൽ ഹാളിൽ വെക്കാൻ വേണ്ടി എടുത്ത ഫോട്ടോയാണ്, എനിക്ക് രാത്രി 10 മണിക്ക് തരണം എന്ന് പറഞ്ഞു. ഫോൺ നമ്പർ കൊടുത്തു, അവിടെ പോയി. അത് കഴിഞ്ഞ് ഗിരീഷ് പുത്തഞ്ചേരിയുടെ മരണമാണ്. ഗിരീഷ് പുത്തഞ്ചേരി ഒരു രാത്രി എനിക്കൊരു ഫോൺ വരുന്നു, ഗിരീഷ് പുത്തഞ്ചേരി ഹോസ്പിറ്റലിലാണ്, പല ബുദ്ധിമുട്ടുകളുമുണ്ട്, കുറച്ച് പണം ബാങ്ക് വഴി അയക്കണം. അപ്പം ഞാൻ പറഞ്ഞു ബാങ്ക് വഴി അയച്ചാൽ ലേറ്റ് ആവുമല്ലോ ചിലപ്പം. പുള്ളി വെന്റിലേറ്ററില്ല. ഞാൻ കുറച്ച് പണവുമായിട്ട് ജനശതാബ്ദി പോയി, കോഴിക്കോട്ട് ജനശതാബ്ദി വെളുപ്പിനെ, അന്ന് വെളുപ്പിനെ കയറി പോയി. അവിടെ ചെന്നു. അപ്പോൾ ചെന്നപ്പോൾ പിന്നെ തിരിച്ചറിയത്തില്ല, ഒന്നും അറിയത്തൊന്നുമില്ല, ഈ ട്യൂബ് കിടക്കുക. അപ്പോൾ എനിക്ക് അപ്പോൾ ഡോക്ടർ ഞാനാന്ന് പറഞ്ഞപ്പോൾ കയറി കാണാമെന്ന് പറഞ്ഞ് കയറി കണ്ടു. ഞാൻ കണ്ടു പുറത്തിറങ്ങിയപ്പോൾ അപ്പോൾ എൻ്റെ മകൻ മരിച്ചു കഴിഞ്ഞു. അപ്പോൾ ഞാൻ ബീനയോട്, ഗിരീഷ് പുത്തഞ്ചേരിയുടെ ഭാര്യയോട് പറഞ്ഞത്, ബീന എൻ്റെ മകൻ മരിച്ച അച്ഛനെ ഞാനും വിഷമിക്കാൻ നമുക്ക് ഫേസ് ചെയ്തേ പറ്റും, വേറെ വഴിയില്ല, യു ഹാവ് ടു ഫേസ് ഇറ്റ് ആണ് എന്ന് പറഞ്ഞു. ഞാൻ തിരിച്ചു വരാൻ 2 മണി തിരിച്ചു വരാൻ ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് അബ്ദുൽ ലത്തീഫ് എന്നൊരു ഫ്രണ്ടുണ്ട്, ഫ്രണ്ട് എന്നെ കൊണ്ടുപോയതും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതൊക്കെ കോഴിക്കോട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ ലത്തീഫിനോട് ഞാൻ പറഞ്ഞു, അപ്പോൾ എനിക്ക് അടുത്ത ട്രെയിനിൽ പെട്ടെന്ന് ഞാൻ പറഞ്ഞു, ലത്തീഫ് അവൻ്റെ സ്ഥിതി വളരെ മോശമാണ്, നാളെ പോവാം, എന്തൊരു ദിവസം അവിടെ സ്റ്റേ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് 6 മണിയായപ്പോൾ ഞാൻ 5 മണിയായപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഒന്നുകൂടി ഹോസ്പിറ്റലിൽ പോവാം എന്ന് പറഞ്ഞു. അത് ചില മനസ്സുകളുടെ അടുപ്പത്തെക്കുറിച്ചുള്ള ഒരു വലിയ പഠനമാണ് അത്, ഇത് എൻ്റെ അനുഭവം അത്. അപ്പോൾ അവിടെ ഞങ്ങൾ 5-5:30 മണിയായപ്പോൾ അവിടെ ചെന്നു. ഞാൻ പടി മുകളിലാണ്, സ്റ്റെയർ കേസ് കയറുമ്പോൾ ഇടയ്ക്കൊരു നഴ്സ് ഇറങ്ങി വന്നിട്ട്, സാറേ കഴിഞ്ഞു. ഇപ്പോൾ 5 മിനിറ്റ് മരിച്ചു. അപ്പോൾ ആ മരിക്കുന്ന സമയത്ത് ഞാൻ അവിടെ ഉണ്ടാകണം എന്ന തീരുമാനം, കാലത്തിൻ്റെ തീരുമാനം. അത് കഴിഞ്ഞ് ഏറ്റവും അധികം മറക്കാനാവാത്തത്, അത്രയായി കഴിഞ്ഞപ്പം പിന്നെ രാത്രി 10 മണിക്ക് ട്രെയിൻ. അപ്പോൾ എൻ്റെ ലത്തീഫ വേണ്ട, എനിക്കിപ്പം അവനെ വീട്ടിൽ കൊണ്ടുപോയിട്ട് എനിക്ക് വീട്ടിലൊന്ന് പോകണം. അപ്പോൾ അതുവരെ എൻ്റെ വീട്ടിൽ ഞാൻ പോയിട്ടില്ല, ഈ ഗിരീഷിൻ്റെ വീട്ടിൽ. അപ്പോൾ ഞങ്ങളങ്ങനെ പോയി. അപ്പോൾ ആൾക്കൂട്ടം എന്ന് പറഞ്ഞാൽ ഇത്രയും ജനകീയനായിരുന്നു ഗിരീഷ് പുത്തഞ്ചേരിയിൽ, സങ്കല്പിക്കാൻ പറ്റില്ല അത്ര ആൾക്കൂട്ടം. അപ്പോൾ എനിക്കൊന്ന് ഞാൻ പോകുമ്പോൾ എന്നെ അപ്പോൾ സിനിമാക്കാർ കുറച്ച് ആൾക്കാർ കണ്ടെന്നെ ആ കൂട്ടത്തിൽ പിടിച്ചു ബാക്ക് ഡോറിൽ കൂടെ അകത്തെത്തിച്ച് ഇവൻ്റെ ബോഡി കിടത്തിയിരിക്കുന്ന സ്ഥലത്ത് ഞാൻ നിൽക്കുമ്പോൾ, നിങ്ങൾക്ക് ക്യാമറ അറിയാമല്ലോ, ഈ ക്യാമറ ഗിരീഷ് പുത്തഞ്ചേരിയുടെ ബോഡിയിൽ വെച്ച് ടിൽറ്റപ്പ് ചെയ്താൽ ഞങ്ങൾ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഫോട്ടോ.
അതാണ് ഞാനും ഗിരീഷ് പുത്തഞ്ചേരി ഉണ്ടായിരുന്ന ബന്ധം. വളരെ സന്തോഷം, വളരെ സന്തോഷം ഇങ്ങനെ ഒരു സംസാരിക്കാൻ നമുക്ക്. ഓക്കെ, ശരി.